എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടില്ലേ, ഓവർഫ്ലോ ഓഫ് ഇവൻറ്റ്സ് ആയിരുന്നു. അതായത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ട കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു കോൺസ്പിറസിൻ്റെ ആളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ചാർലി കേക്കിൻ്റെ ഇസ്രയേൽ കണക്ഷൻ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ചാർലി കേക്കിൻ്റെ അസാസിനേഷനും കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പുതിയ ഫൂട്ടേജസും പുതിയ കുറേ കോൺസ്പിറസീസും വന്നിട്ടുണ്ട്. അതെല്ലാം ഓൾമോസ്റ്റ് നോക്കുമ്പോൾ കൈൻഡ് ഓഫ് ലോജിക്കൽ പോലത്തെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺസ്പിറസിൻ്റെ ആളാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വെക്കോ. ഇനി നിങ്ങൾ മറ്റേ എപ്സ്റ്റീനെ ഫോളോ ചെയ്യുന്ന ആളാണ്, എപ്സ്റ്റീൻ ഫയൽസിനെ ഫോളോ ചെയ്യുന്ന ആളാണ്, ഇതാ പുതിയ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇലോൺ മസ്കിൻ്റെ പേപ്പാൽ മാഫിയയിലുള്ള പീറ്റർ തീൽ, പിന്നെ റൈറ്റ് വിങ്ങിൻ്റെ മെയിൻ ആളായിട്ടുള്ള സ്റ്റീവ് ബാനൻ, അങ്ങനത്തെ കുറേ ആൾക്കാരുമായിട്ട് എപ്സ്റ്റീൻ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഇലോൺ മസ്കിനൊക്കെ ഐലൻഡിലേക്ക് കൊണ്ടുപോകാനും വരെ നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്സ് പുറത്ത് വന്നിട്ടുണ്ട്. അത് മറക്കാൻ അണ്ണൻ ക്യാൻസൽ നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിനൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്, ചീപ്പ് ഷോ. അപ്പോൾ ഇത് ഞാൻ ഒരു ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നില്ല, കുറച്ച് മുന്നേ നടന്നാണ്. പിന്നെ ഇത് സ്ഥിരം നടക്കുന്ന കാര്യമാണ് ഈ ഡിസ്ട്രാക്ഷൻ. അത് ഞാനൊരു ഷോർട്ടിൽ ചെയ്തിട്ടുണ്ട്, എടുത്ത് നോക്കാം. ഇനി അടുത്തത് നമ്മുടെ ഈ ഫ്രീ പാലസ്തീൻ. നിങ്ങൾ ഫ്രീ പാലസ്തീൻ്റെ ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ IDFൻ്റെ ആളാണ്, ഏതാളാണെങ്കിലും കുഴപ്പമില്ല. അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗാസ പീസ് ഡീൽ കൊണ്ടുവന്നിട്ടുണ്ട് ട്രംപ് അണ്ണൻ. കൊടുക്കണ നോബൽ പ്രൈസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക്, അത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നിങ്ങൾ കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങൾ, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ, AI കുറച്ച് ന്യൂസുകളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഒരു വലിയൊരു പിരമിഡ് സ്കീം പോലത്തെ ഒരു സ്കാം ആരൊക്കെ തമ്മിൽ, ഈ ChatGPTൻ്റെ OpenAI, ഈ ചിപ്പൊക്കെ ഉണ്ടാക്കുന്ന AMD, NVIDIA പോലത്തെ കമ്പനീസും, ഒറാക്കിൾ അതുപോലത്തെ അങ്ങനത്തെ ഒരു കമ്പനീസും ഈ ടെക്നോളജി കമ്പനീസൊക്കെ തമ്മിൽ ഒരു പിരമിഡ് സ്കീമിൻ്റെ വലിയൊരു സ്കാം പോലത്തെ ഒരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങോട്ട് പോയില്ല, ഫിനാൻഷ്യൽ കാര്യം നോക്കുന്നവർ അങ്ങോട്ട് പോയി. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് സ്പേസ് ഏലിയൻസാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എന്നാ പിടിച്ചോ, പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, അറ്റ്ലസോ എന്തോ പറഞ്ഞിട്ട്. അത് വേറൊരു സോളാർ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ സോളാർ സിസ്റ്റത്തേക്ക് വരുന്നു. ഇതാ ഏലിയൻസ് വരുന്നു, ഇതാ നാളെ ഏലിയൻസ് വരും. ആ സീനിൽ നിങ്ങൾ അങ്ങോട്ടും പോയി. അപ്പോൾ എല്ലാവരെയും ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താ അതുകൊണ്ട് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇങ്ങനെ ഇത്രയും ന്യൂസുകൾ ഇങ്ങനെ ഒരുമിച്ച് പടപടപടപടയെന്ന് വരുമ്പോൾ ദേ ആർ ഹൈഡിങ് സംതിങ്. അതായത് അവർക്ക് എന്തോ ബാക്കിൽ കൂടെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ, പണ്ട് ഓർമ്മയുണ്ട് കോവിഡിന് സമയത്ത്, കോവിഡ് ഇങ്ങനെ എന്തോ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരൊരു അമേരിക്കയിൽ ഫൂട്ടേജ് വിട്ടിട്ടുണ്ടായിരുന്നു. ഏലിയൻസ് UFO ഉള്ളതാണ്, ഒരു അൺഐഡൻറ്റിഫൈഡ് ഒരു സ്പേസ് ഒബ്ജക്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫൂട്ടേജ് വിട്ട്. അതാണ് ആ ഡിസ്ട്രാക്ഷൻ ടാക്ടിക്സാണിത്. അത് നമ്മൾ മനസ്സിലാക്കണം എന്നല്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ എന്തോ ഒരു ബാക്കിൽ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. സിമ്പിളാണ്, വേറെ അതിൽ സംഭവമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ കാര്യങ്ങളൊന്നും പറയാണ്ട് പോകാനും പറ്റില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി വേറൊരു ജൂയിഷ് കോൺസ്പിറസീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കുറച്ചുകൂടി ഉണ്ടായിരുന്നു അതിൽ ചെയ്യാൻ. അത് ഒരുപാട് സമയം 2 മണിക്കൂർ ആയതുകൊണ്ടാണ് അത് ചെയ്യാതെ കട്ട് ചെയ്ത് വിട്ടത്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇവരുടെ 3rd ടെമ്പിൾ കെട്ടാൻ നോക്കുന്നതും, എന്തോ ഒരു പശുവിൻ്റെ ഒരു സംഭവം, പിന്നെ ഒരു കോയിൻ, ഈ കോയിൻ്റെ അറ്റത്ത് ഇങ്ങനെ വര സംഭവമില്ലേ, അതെന്തുകൊണ്ടാണെന്നുള്ള അങ്ങനത്തെ കുറച്ച് കോൺസ്പിറസീസ് അല്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു വീക്ക്ലി റൗണ്ടപ്പ് തന്നെ ചെയ്യാം. ഈ ആഴ്ച മാത്രം നടന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്, പണ്ടത്തെ ഒന്നുമല്ല. പണ്ടത്തെയാണ് ഞാൻ ആ എപ്സ്റ്റീൻ്റെ കേസ് വിട്ടത്, അത് കുറച്ച് മുന്നേ 10 ദിവസമായി. പോട്ടെ, അത് പോയാലും അത്രയും സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ കുറേ കളികളുണ്ട്. ഇതൊക്കെ നമ്മളെ എല്ലാം അറിയാലോ, നമ്മളെ പറ്റിക്കാനും നമ്മളെ മണ്ടന്മാരാക്കാനുള്ള സംഭവങ്ങളാണ് മൊത്തം. അതേപോലെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കുറേ പേര് കമൻ്റൊക്കെ ചെയ്യുന്നുണ്ട്.
ഇന്ത്യൻ കോൺസ്പിറസീസിനെ കുറിച്ച് സംസാരിക്കൂ, ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്കും നല്ലോണം അങ്ങനെ സംസാരിക്കണമെന്നുണ്ട്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് കിട്ടി. നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ നേപ്പാളിൻ്റെ കേസിലൊക്കെ നമ്മൾ സംസാരിച്ച് തന്നെയാണ്. അപ്പോൾ പക്ഷേ ഉണ്ടല്ലോ, ഈ ന്യൂസും ഈ ഇവിടെ ഒന്നാമത് കോൺസ്പിറസീസ് ഒന്നും ഇല്ല. ഇവിടെ എല്ലാം ഈ മെയിൻ സ്ട്രീം മീഡിയക്കാർ പറയുന്ന പോലെ ഇത് അങ്ങനെയാണോ, ഇവിടെ കൂടിപ്പോയാൽ പറയും ഇതൊക്കെ ജോർജ് സോറോസിൻ്റെ കളിയാണ്, ഇതൊക്കെ മറ്റേ ഓപ്പൺ സൊസൈറ്റിൻ്റെ കളികളാണെന്ന് പറയും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ വേറെ കാര്യമായിട്ട് കോൺസ്പിറസീസ് ഒന്നും ഇല്ല. ഉള്ളത് തന്നെ ഇറ്റ്സ് വെരി ഡിപ്രസിങ് മാൻ, വളരെ ഡിപ്രസിങ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഈ ആഴ്ച നടന്നൊരു സംഭവമാണ്. ഞാൻ വെറുതെ എന്നെ വിശ്വസിക്കാൻ പറഞ്ഞുതരാം. 23 കുട്ടികൾ എന്ന് പറഞ്ഞാൽ 10-15 വയസ്സുള്ള കുട്ടികളല്ല, 1-2 മാക്സിമം വയസ്സ് 2 വയസ്സ്, ഈ പ്രായമുള്ള 23 കുട്ടികൾ മധ്യപ്രദേശിൽ മരിച്ചു ഒരു മാസത്തെ ഗ്യാപ്പിൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 3 കുട്ടികളോട് മരിച്ചു. മൊത്തം കണക്ക് 23 കുട്ടികൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്ത് കാരണം കൊണ്ടാണ് മരിച്ചതെന്ന്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത, ഡോക്ടർ എഴുതി കൊടുത്ത കഫ് സിറപ്പ് കഴിച്ചിട്ടാണ് ഇത്രയും കുട്ടികൾ മരിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്. അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ IMA ഉണ്ട്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അവരുടെ എന്തൊക്കെയോ സർട്ടിഫിക്കറ്റ് വേണം. ISI ഉണ്ട്. പിന്നെ ഈ മെഡിക്കൽ ബോട്ടിലിൻ്റെ ബാക്കിൽ നോക്കി കാണുമല്ലോ കുറേ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മളൊരു ഫുഡ് പ്രോഡക്റ്റ് നിങ്ങൾക്കൊരു ഫാക്ടറി ഇടണമെങ്കിൽ തന്നെ ഒരു 1000 സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഈ മെഡിക്കൽ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ എത്ര സർട്ടിഫിക്കറ്റും എത്ര അപ്രൂവലും വേണം. അതൊക്കെ കിട്ടിയ ഒരു കമ്പനി വിറ്റ കഫ് സിറപ്പ് കഴിച്ചിട്ട് 23 കുട്ടികൾ മരിച്ചു. ഇത് ലോകത്ത് എവിടെയാണെങ്കിലും കലാപം ഉണ്ടാവും. കലാപം എന്നല്ല, ഒരു അറ്റ്ലീസ്റ്റ് ഒരു പ്രൊട്ടസ്റ്റെങ്കിലും ഉണ്ടാവും. തമിഴ്നാട്ടിലാണ് കമ്പനിൻ്റെ പേര് പറഞ്ഞുതരാം, ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽസ്. അതിൻ്റെ ഓഫീസിലേക്കൊക്കെ പോകുന്നുണ്ട് ഇവർ. ഓഫീസിൽ പോകുമ്പോൾ എന്താ അറിയോ, ഈ നമ്മുടെ അവിടെയൊക്കെ മറ്റേ ഇങ്ങനത്തെ ഒരു ചായക്കട പോലത്തെ സാധനമില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പ്, ഒരു ചെറിയൊരു വീട്, അതിലാണ് ഇത്ര ഈ മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഇവരുടെ മാത്രം കുറ്റമാണ്. ഇവർ മരുന്ന് ഉണ്ടാക്കി, അതെന്തോ ഒരു ഈ മരുന്നല്ലേ ഇതുണ്ടാക്കി, ഇത് വിഷമാണ്. അപ്പോൾ ഇതിൽ കിഡ്നിയും മറ്റേ ലിവറൊക്കെ പോയിട്ടാണ് കുട്ടികൾ മരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തോ അത്രയും വീര്യമുള്ള എന്തോ ഒരു സാധനമാണ് അതിൽ അവർ കുത്തി കെട്ടിയിരിക്കുന്നത്. കഫ് സിറപ്പേ. ഇവരുടെ മാത്രം കുറ്റം പറയാനും പറ്റില്ല. ഇവിടെ കൊണ്ടുപോയവർ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോയി മധ്യപ്രദേശിലാണ് ഇത് വിറ്റിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും. പിന്നെ ആരുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ മറ്റേ മെഡിക്കൽ റെപ്പന്മാർ റെക്കമെൻഡ് ചെയ്യുമല്ലോ ഡോക്ടറെ അടുത്ത് പോയിട്ട്, സാർ ഇത് എഴുതൂ, ഇത് തരാമെന്ന് പറഞ്ഞിട്ട്. അവർ എഴുതിയ ഡോക്ടർ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ എല്ലാത്തിനും തൂക്കുമോ? പക്ഷേ എന്തെങ്കിലും സംഭവിക്കുമോ അവർക്ക്? കുറച്ച് സസ്പെൻഷനോ ഡിസ്മിസലോ കിട്ടുമായിരിക്കും ആർക്ക്? ഡോക്ടർക്ക്. ബാക്കി ഒരാൾക്ക് ഒന്നും സംഭവിക്കില്ല. പിന്നെ ഇയാളിനെ പൊക്കിയിട്ടുണ്ട്, ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ആളിനെ പൊക്കിയിട്ടുണ്ട്. ഗോവർദ്ധനോ അങ്ങനെ എന്തോ പേര്, ഓർമ്മയില്ല. ആളെ തൂക്കിയിട്ടുണ്ട്, പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഇത് നമ്മുടെ അന്യൻ സിനിമയിലെ അനിയത്തി മരിക്കുമ്പോൾ അവൻ കോടതിയിൽ പോയിട്ട് പറയില്ലേ, ആരിനെതിരെ കേസ് എടുക്കണം ചോദിക്കുമ്പോൾ റോഡ് പണി എടുത്ത കോൺട്രാക്ടർ ആ റോഡ് പോർട്ട് ഹോൾ എവിടെ നിന്ന് വന്നു, ആ പോർട്ട് ഹോള്, പിന്നെ കമ്പി ഉണ്ടാക്കിയ മാനുഫാക്ചർ, കമ്പിക്ക് കോൺട്രാക്ട് കൊടുത്തവർ, ഇലക്ട്രിസിറ്റി ഓഫീസർ, അത് ഓവർസിയർ, എൻജിനീയർ, എല്ലാവരെയും പിടിക്കണം എന്ന് പറയില്ലേ. അതുപോലെ ആക്ച്വലി ചെയ്യേണ്ട ഒരു കേസാണിത്. പക്ഷെ ചെയ്യുമോ? ഇല്ല. ദിസ് ഈസ് വാട്ട് മേക്കിംഗ് ദിസ് വെരി ഡിപ്രസിങ് മാൻ. ഇത് മറ്റേ ചോര തിളയ്ക്കെന്ന് പറയില്ല, അതുപോലെയാണ് ഈ ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ ദേഷ്യം വരും. ഇത് നമ്മുടെ ആ ഒരു മൂടേ പോവും. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരുപാട് ഇന്ത്യൻ കോൺസ്പിറസി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ന്യൂസ് നോക്കാൻ നിന്നാൽ ഇതൊക്കെ ആരും മെയിൻ സ്ട്രീം മീഡിയ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ കണ്ടിട്ടില്ല. ന്യൂസ് ചാനലൊക്കെ ഞാനും കുറേ കാണണം. ഇങ്ങനത്തെ ഒരു വാർത്തയൊക്കെ വെറുതെ പറഞ്ഞു പോയി എന്നല്ലാണ്ട് ഒന്നും സംഭവിച്ചിട്ട് എനിക്കറിയില്ല. മറ്റവർ തുടങ്ങി, പൊളിറ്റീഷ്യന്മാർ അവരുടെ ജോലി തുടങ്ങിയിട്ടുണ്ട്.
BJP ആണ് മധ്യപ്രദേശിൽ. അപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ DMK തമിഴ്നാട് ഉണ്ടാക്കി കൊണ്ടുവന്ന അവിടെ നിന്നാണല്ലോ, അപ്പോൾ DMK കുറ്റമാണ്, നിങ്ങൾ ഇതൊക്കെ നോക്കണ്ടേ എന്താണെന്ന് പറഞ്ഞിട്ട് DMK കുറ്റം പറയാൻ തുടങ്ങി. DMK ഹെൽത്ത് മിനിസ്റ്റർ വന്നിട്ട് ഇതൊക്കെ മരുന്നിൻ്റെ അപ്രൂവലൊക്കെ കൊടുക്കുന്നത് സെൻറ്ററിൽ നിന്നും മറ്റേ ഓരോ സ്റ്റേറ്റിൻ്റെ അപ്രൂവൽ വേണം ഒരു മരുന്ന് അവിടെ വിൽക്കണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ മധ്യപ്രദേശുകാർ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്, സെൻറ്ററുകാരൻ്റെ സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ഉണ്ട്, അത് കിട്ടിയിട്ട് മാത്രമേ ഇത് പോളൂ, ഈ മരുന്ന് വിൽക്കാൻ പറ്റുള്ളൂ, അപ്പോൾ കുറ്റം നിങ്ങളുടെ കൂടെ ആണെന്ന് പറഞ്ഞിട്ട് ബ്ലെയിം ഗെയിം തുടങ്ങിയിട്ടുണ്ട് അവരും പേരും. സ്വാഭാവികം. ഇതിൽ കൂടുതൽ ഡിപ്രസിങ് ആയിട്ടുള്ള ഒരു കാര്യം പറയൂ, എനിക്കറിയില്ല. 1-2 വയസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. വാട്ട് ദ ഫക്ക്. ഇതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. നമ്മൾ എന്തെങ്കിലും എൻ്റർടൈനിങ് ആയിട്ടുള്ള വല്ല കോൺസ്പിറസി വന്നാൽ എടുക്കുക. ഈ കഴിഞ്ഞിട്ടില്ല, ഇന്ത്യയിൽ സ്ഥിരം നടക്കുന്നത് ഒരു പാട്ടിറങ്ങിയിട്ടുണ്ട്, മോഡി ഹേ തോ മുംകിൻ ഹേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ വരുൺ ധവാൻ, അർഷദ് വാർസി, വിക്രാന്ത് മാസി, 12th ഫെയിൽ എന്ന് പറഞ്ഞൊരു സിനിമയില്ല അതിലുള്ള ആ പയ്യൻ, ഇവരൊക്കെ കൂടി ഒരു മോദിനെ പൊക്കിയിട്ടുള്ളൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക്. അതുപോലെ ദ താജ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ, അതാണ് ഇവിടെ എപ്പോഴും നമുക്ക് ഈ ഹിന്ദു മുസ്ലിം അടി തന്നെ, ഇവർക്കൊരു ബോറടിക്കില്ലേ, കുറച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്ക്, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം. അതന്നെ താജ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് താജ്മഹലിൻ്റെ ഒരു പോസ്റ്റർ എന്ന് വെച്ച് താജ്മഹലിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ഒരു ഹിന്ദു ദൈവം വരുന്ന പോലത്തെ ഏതാണെന്നറിയില്ല, അങ്ങനത്തെ ഒരു ദൈവം വരുന്ന പോലത്തെ ഒരു ഇമേജും കൊടുത്തിട്ട് ഒരു പോസ്റ്റർ. അപ്പോൾ ഇനി കുറച്ച് പേര് അങ്ങോട്ട് പോകുമല്ലോ, ഹിന്ദു ഞങ്ങളുടെയാണ് മറ്റേ താജ്മഹൽ മറ്റേ ഈ അമ്പലമായിരുന്നു അവിടെ നേരത്തെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ പോകും. പിന്നെ ഈ സിനിമ ബാൻ ചെയ്യണം, ഈ സിനിമ ഞങ്ങൾ കാണണം, ഞങ്ങൾ ടിക്കറ്റ് ഞങ്ങൾ കൂടുതൽ ബുക്ക് ചെയ്യുമെന്ന് പറയും മറ്റേ ടീംസ്, ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുമെന്ന് പറയും ഇപ്പോഴത്തെ ടീംസ്. തന്നെ മടുക്കുന്നില്ലടേ നിങ്ങൾക്ക് ചെയ്തിട്ട്, കേൾക്കുന്ന ഞങ്ങൾക്ക് മടുക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു ഐറണി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരേഷ് റാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടറാണ്, നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. നമ്മുടെ ഈ രാംജി റാവു സ്പീക്കിങ്ങിൻ്റെ ഒക്കെ റീമേക്ക് ചെയ്തപ്പോൾ അതിൽ ഇന്നസെൻറ്റിൻ്റെ റോൾ അഭിനയിച്ച ആളാണ് ഈ പരേഷ് റാവൽ. 2017 ഒരു പോസ്റ്റ് ഇട്ടിട്ട് Xൽ, അതിൽ പുള്ളി പറയുന്നത് അവിടെ കൊടുക്കുക, അതിൽ പുള്ളി പറയുന്നത് താജ്മഹലിനെ ഈ സിമ്പിൾ ഓഫ് ലവ്, അതിന് സിമ്പിൾ ഓഫ് ഹെയ്റ്റ് ആക്കി മാറ്റരുത്, ഈ അൺനെസസറി കോൺട്രവേഴ്സിയും ഇതൊക്കെ സ്റ്റുപ്പിഡാണ്, അതിന് ഇറ്റ്സ് വെരി സാഡ് ആൻഡ് പത്തറ്റിക്, അതിനെ ഈ കോൺട്രവേഴ്സീസിലേക്ക് വലിച്ചിടരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പുള്ളി കുറച്ച് കഴിയുമ്പോഴേക്കും 2017 കേട്ടോ, വലിയ കുറച്ചായിട്ടുള്ളൂ. ഇപ്പോൾ ആൾ മാറി, ആൾ ഫുള്ള് റൈറ്റ് വിങ്ങിലേക്ക് പോയി. അതായത് ഇവിടെ കോൺസ്പിറസീസിനെ സിനിമയാക്കി മാറ്റുക, അതിനെ മെയിൻ സ്ട്രീം ആക്കാൻ നോക്കായിട്ട് സിനിമയാക്കുക. ഇപ്പോൾ താജ്മഹലിൻ്റെ അടിയിൽ അമ്പലമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യും, ആരും മോശമൊന്നുമില്ല. വേറൊരു വൾഗർ സാധനം കണ്ടത് മീഡിയ വണ്ണിൻ്റെ ഒരു വീഡിയോ, കാന്താരയിൽ ഒളിപ്പിക്കുന്ന ഹിന്ദുത്വ എന്ന് പറഞ്ഞിട്ട്. ഇതന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഹിന്ദു മുസ്ലിം മുസ്ലിം ഹിന്ദു ഇതാ, ഇത് പോളെ എടുത്തിട്ട് കാന്താരിയിൽ ഹിന്ദുത്വം ഉണ്ടോ, അങ്ങനെയാണ് അതിൻ്റെ വീഡിയോൻ്റെ തംബ്നെയിലും ടൈറ്റിലൊക്കെ. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും, അതിൽ വീഡിയോ കാണുമ്പോൾ ഇതിൽ ഫുള്ള് മറ്റേ ഇന്ന പോയിൻറ്റ്സ് അവിടെ അത് മറ്റേ എന്താണ് എന്തൊക്കെയോ പറയില്ല, ഒരു വലത് ചിന്താഗതി, മറ്റേ കാസ്റ്റ് സിസ്റ്റമോ കൂട്ടി ഉറപ്പിക്കാനുള്ള അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ പറയുക. ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതിലൊരു 2 സെക്കൻഡ് പറയുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ വീഡിയോ ഒന്നും കാണാത്ത കഷ്ടപ്പെട്ട ആ വീഡിയോ കണ്ടു, ഒരു 10 മിനിറ്റ് വീഡിയോ, 10 മിനിറ്റ് താഴെ ഉള്ളൂ. അതിൽ ഫുള്ള് കാന്താരനെ നല്ലതാണ് പറയുന്നത്. ഒരു 2 സെക്കൻഡ് പറയുന്നുണ്ട്, എന്താണ് വലതുപക്ഷ അത് റൈറ്റ് വിങ്ങുകാർ പറയുന്ന പോലത്തെ കാര്യങ്ങളാണ് ഈ സിനിമയിലുള്ളതെന്നാണ് ഞാൻ കണ്ടത്. ആ സിനിമ ഇവർ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതിൽ ആക്ച്വലി പറയുന്നത് ഓപ്പറേഷനാണ്.
രാജാക്കന്മാർ ഈ കാട്ടിൽ ജീവിക്കുന്നതും ഈ മറ്റേ അവരുടെ കാസ്റ്റ് സിസ്റ്റത്തിൽ കുറച്ച് താഴെ കിടക്കുന്ന ആൾക്കാരിനെയും അടിച്ചമർത്തുന്നതും അവരുടെ ചെറുത്തു നിൽപ്പൊക്കെയാണ് ഞാൻ കണ്ടത്. അതിലൊരു ഗോഡ്ലി എലമെൻ്റ് അവർ കൊണ്ടുവന്നു എന്നുള്ളത് സത്യം. അതിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സുപ്രീം പവർ അവർക്ക് വേണ്ടേ, അങ്ങനെയാണല്ലോ നായകനെല്ലാവരും അടിച്ച് വീഴ്ത്തുക. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ വേറെ എന്തെങ്കിലും സിനിമയാണോ കണ്ട്, ഇവരും അതന്നെയാണ് കണ്ടത്. ഇവർക്ക് തമ്നയിലും ഈ ടൈറ്റിൽ മാത്രമേ ഈ ഹിന്ദുത്വം ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഹിന്ദുത്വം എന്നുള്ള പേരേ പറയുന്നില്ല, എന്തോ ഒരു 2 സെക്കൻഡേ പറയുന്നുള്ളൂ. അതുവരെ ആ 6 മിനിറ്റ് 7 മിനിറ്റ് വരെ ഫുള്ള് പൊക്കിയാണ് പറയുന്നത്. കാന്താര അങ്ങനെ, കാന്താര സൂപ്പർ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഋഷഭ് ഷെട്ടി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇത് വലുത് ഇതാണ്. ഇത് പണ്ട് ഈ ഇങ്ങനത്തെ ഓരോ യൂട്യൂബ് ചാനലില്ലേ, മറുനാടൻ മറ്റേ നാടൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനത്തെ ഉള്ളവരായിരുന്നു ഇങ്ങനത്തെ പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള ഈ തംബ്നെയിലും ടൈറ്റിലൊക്കെ കൊടുക്കുക. ഇപ്പോൾ ഇത് ചെയ്യുന്നത് മെയിൻ സ്ട്രീം മീഡിയ ആണ്. ഇതുകൊണ്ടാണ് ഈ മെയിൻ സ്ട്രീം മീഡിയ ഈസ് ലൈക്ക് ഫക്ഡ് അപ്പ് എന്ന് പറയുന്നത്. ഒരിക്കലും അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാത്ത, നമ്മൾ പൊളിറ്റീഷ്യന്മാരിനെ പോലെ തന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. അത് എന്ത് മനസ്സിലാക്കണോ അന്ന് നമ്മൾ രക്ഷപ്പെടും. ദേ നീഡ് ജസ്റ്റ് ദ മണി. അവർക്കിപ്പോൾ കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണോ, റെഡിയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കണ്ടത്. ഇവരിങ്ങനെ ഹിന്ദു മുസ്ലിം തന്നെ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് നമ്മളിങ്ങനെ ഒരാഴ്ചയും വന്നിട്ട് പറയേണ്ടി വരും. ഇന്ന് ഇവർ ഇത് പറഞ്ഞു, അന്ന് അവർ അത് പറഞ്ഞു, ഇവർ അതിൻ്റെ സിനിമയാക്കാൻ പോകണം. അത് പോടാ എടുത്തിട്ട് ഓരോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ത്യയിൽ എന്തെങ്കിലും കോൺസ്പിറസി വരുമ്പോൾ എടുക്കുക. ഇമാതിരി തൊട്ടി സാധനം എനിക്ക് വയ്യ. ഇത് ഒന്നാമത് ന്യൂസ് എടുത്താൽ ഡിപ്പേഴ്സ്ഡ് ആവും. ഇവിടുത്തെ എന്തെങ്കിലും ഇങ്ങനത്തെ കോൺസ്പിറസി പോലത്തെ സാധനം എടുത്താൽ ഇതന്നെ റിപ്പീറ്റ് തന്നെ വയ്യതൊന്നും. ഇനി മതി, ഈ ഇന്ത്യ വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് ഇൻ്റർനെറ്റിലേക്ക് പോവാം. ഇതിപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ എന്താണോ ഭയങ്കരമായിട്ട് സംഭവിക്കുന്നത് അതെടുക്കുക, ഓക്കെ. അല്ലാണ്ട് ഒരു റീജിയൻ ഒന്നുമല്ല, അമേരിക്കയിൽ എന്ത് സംഭവിച്ചു, അവിടെ എന്ത് സംഭവിച്ചു, അതൊന്നുമല്ല. ഇൻ്റർനെറ്റിൽ എന്താണ് ഇപ്പോഴത്തെ മെയിൻ സംഭവം അത് മാത്രം എടുക്കുക, ഓക്കെ. അത് എൻ്റർടൈനിങ് ആയിട്ടുള്ള സാധനം മാത്രം എടുക്കുക. ഈ ഡിപ്പേഴ്സ്ഡ് ആവാൻ എനിക്ക് ഒരു താല്പര്യമില്ല. നിങ്ങൾക്ക് ഡിപ്പേഴ്സ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ ആ മെയിൻ സ്ട്രീം പോയി കാണാം. അവിടെ അവർ നിങ്ങളെ ഡിപ്പേഴ്സ്ഡ് ആക്കാനും നിങ്ങളെ ടെൻഷൻ കൂട്ടാനുള്ള പലതും അവിടെ പറയും. ഇതോ അവർ വരുന്നു, ഇതോ മറ്റേത്, അത് നമ്മളിങ്ങനെ നമ്മുടെ BP കൂട്ടാനാണ് അവർ ഓരോ ചെയ്യുന്നത്. ആ ഒരു പണ്ട് ന്യൂസ് വായിക്കുന്ന ഓർമ്മയുണ്ട്, ഇങ്ങനെ ഇന്ന് ഇത് സംഭവിച്ചു അങ്ങനെ പറയും. ഇപ്പം അത് പോരാ, ഇപ്പം മറ്റേ ഇതാണ് ഇപ്പോൾ വേണ്ടത്. ആ ഒരു നമ്മളെ ടെൻഷനാക്കി നമ്മളെ പാനിക് മോഡിലാക്കി ആ പാനിക് അവർക്ക് സെല് ചെയ്യണം, അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഇത് പറഞ്ഞു പോയാൽ വെറുതെ ദേഷ്യം പിടിച്ച് വരുന്നത് ഞാൻ വിളിച്ചു പറയും. ഇനി ഒന്നും വേണ്ട, നമുക്ക് നേരെ അവിടെ കാര്യത്തിലേക്ക് വരാം. ചാർലി കിർക്കിൻ്റെ കാര്യത്തിലേക്ക് പോവാം. ഒരുപാട് എക്സ്പ്ലോസീവ് സാധനങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞു ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, ദ ഗ്രേറ്റ് നോട്ടീസിങ് സംഭവിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഗ്രേറ്റ് നോട്ടീസിങ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആൻറ്റിസെമിറ്റിക് ആണ്, ജ്യൂസിനെതിരെ ഇവർ കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ്, ഖത്തറുകാരുടെ പൈസ മേടിച്ചിട്ടല്ലടാ, സൗദിക്കാരല്ലടാ എനിക്ക് ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഈ റെഡ് പിൽ കമ്മ്യൂണിറ്റിയിലുള്ളത് എന്ന് പറയും, ഓക്കെ. അമേരിക്കത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ അവർ അവിടെ ഉള്ളവർ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ കാര്യത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ഉണ്ടാവും ഒരു ഇസ്രയേൽ ഇൻഫ്ലുവൻസ്, ഒരു ജൂ അവിടെ ഉണ്ടാവും, ഒരു സയനിസ്റ്റ് ജൂ അവിടെ എപ്പോഴും അവരുടെ ഒരു പ്രസൻസ് എപ്പോഴും ഉണ്ടാവും. ഞാൻ ഇന്ന് പറയുന്ന എല്ലാ ന്യൂസും എല്ലാ ടോപ്പിക്കും ഒന്ന് നോക്കിക്കോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ചാർലി കിർക്ക് ആശാൻ്റെ കാര്യം എടുക്കാം. എല്ലാവർക്കും ചാർലി കിർക്കിനെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവർക്കാണ്, പുള്ളി ഒരു റൈറ്റ് വിങ്ങിൻ്റെ ആളായിരുന്നു, ഡൊണാൾഡ് ട്രംപിൻ്റെ മെയിൻ ഒരു സപ്പോർട്ടറായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പോയി സംസാരിക്കുക, കോളേജ് പരിപാടിക്ക് പോവുക, എല്ലാവരും ഡിബേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരാളായിരുന്നു. അയാളുടെ കുറേ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അയാളുടെ സ്റ്റാൻസ് ഉണ്ട്. അയാൾ കുറച്ച് ഇസ്രായേൽ സപ്പോർട്ടാണ്, അതേപോലെ പ്രോ ലൈഫാണ്, അബോഷൻ ഒക്കെ നിർത്തണം എന്ന് പറയുന്ന ആളാണ്. അങ്ങനെ
പല ഈ റൈറ്റ് വിങ്ങിൻ്റേതായിട്ടുള്ള പല കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കും അയാൾ പറഞ്ഞിട്ടുള്ള ആളാണ്. അത്ര ഒരു നല്ല ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ല ആളൊന്നുമല്ല. അപ്പോൾ അയാൾ മരിച്ചു. ഓക്കെ, എന്ത് നല്ല ആളോ നല്ല ആളോ അല്ലെങ്കിലോ ഒരു എന്താ പറയുക, ഒരു സംഭവം പറഞ്ഞു അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എ ജേർണലിസ്റ്റ് പോലെയല്ല. അപ്പോൾ ഒരു ജേർണലിസ്റ്റിനെ കൊല്ലുക, കിൽ ദ മെസ്സഞ്ചർ എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഭീരത്വം എന്നൊക്കെ പറയില്ലേ, മണ്ടം, എന്താ പറയുക, പെത്തറ്റിക് സംഭവമാണ് ഈ ഒരാളെ കൊല്ലുക, ഒരു കാര്യം പറഞ്ഞു അതിനു വേണ്ടി ആളെ കൊല്ലുക എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞാൻ ആർക്കതിൽ ഡൗട്ട് വേണ്ട. 10-ാം തീയതി, സെപ്റ്റംബർ 10-ാം തീയതിയാണ് പുള്ളിനെ വെടിവെച്ച് കൊല്ലുന്നത്. ഒരു പയ്യൻ കൊന്നു എന്നാണ് ഇവർ പറയുന്നത്. യൂട്ട വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജിൽ വെച്ചിട്ടാണ് അത് നടന്നത്. 150 യാർഡോ അങ്ങനെ എന്തോ ഉണ്ട് ഒരു ഡിസ്റ്റൻസ്. ആ 150 യാർഡിൻ്റെ മുകളിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഷൂട്ട് ചെയ്തു എന്നാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കോണ്ടെക്സ്റ്റാണ്. എന്താണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്? ഡൊണാൾഡ് ട്രംപിന് എന്താണ് വേണ്ടത് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിത് എല്ലാം കറക്റ്റ്, ആ ജിഗ്സോ കറക്റ്റ് ആ ഒരു പിടുത്തം കിട്ടും. ഓക്കെ, ആ ഒരു സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അമേരിക്കൻ പ്രസിഡൻറ്റിന് 2 തവണ മത്സരിക്കാൻ പറ്റുള്ളൂ. അതായത് 8 വർഷമേ 4 അങ്ങനെ പ്രസിഡൻ്റ് ആവാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. പക്ഷേ ഡൊണാൾഡ് ട്രംപിന് 3 തവണ, മൂന്നാമത്തെ തവണയും കൂടെ പ്രസിഡൻ്റ് ആവണം. അടുത്ത ഇലക്ഷൻ 2028 ഇലക്ഷൻ ഡൊണാൾഡ് ട്രംപിന് പ്രസിഡൻ്റ് ആവണം. ഇലക്ഷന് നിൽക്കണം. അപ്പോൾ അതിനെന്ത് വേണം? അത് നമ്മൾ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ അടുത്ത് നിൽക്കണം ഈ മാഗ മൂവ്മെൻറ്റിലുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് വിങ് ആയിട്ടുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. സ്റ്റീവ് ബാൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു ചങ്ങായിയുണ്ട്, സ്ഥിരമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാ ട്രംപ് അടുത്തത് വരും. അതെങ്ങനെയാണെന്നൊന്നും അറിയില്ല, ട്രംപ് അടുത്തത് വരും. കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റും എന്നാണ് പറയുന്നത്. അതായത് അവിടുത്തെ ഒരു നിയമം അവർ തന്നെ മാറ്റി അവർ തന്നെ അതിനെ പൊളിക്കും എന്നാണ് അവർ ഓപ്പണായിട്ട് പറയുന്നത്. ഇതുവരെ ഒളിച്ചും പാത്തും പറയല്ല, ഓപ്പൺ. അപ്പോൾ എന്ത് ചെയ്യണം? നാട്ടിൽ പുറത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളൊന്നും നടത്തിയിട്ട് കാര്യമില്ല. നാട്ടിൽ പ്രശ്നം വേണം. ആരുടെ നാട്ടിൽ? അമേരിക്കയിൽ പ്രശ്നമാണ്. അമേരിക്കയിൽ പ്രശ്നം ഉണ്ടാക്കണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സിവിൽ വാർ നടത്തണം. സിവിൽ വാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സിനിമയുണ്ട്. ഇതാണ് ഇതിൻ്റെ ഐറണി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിവിൽ വാർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, ഡിറ്റോ. അതായത് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ രണ്ട് ആൾക്കാർ തമ്മിൽ ഫൈറ്റ്, റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും തമ്മിൽ ഒരു യുദ്ധം നടത്തി അവിടുത്തെ അമേരിക്കൻ പ്രസിഡൻറ്റിനെ പിടിച്ച് കൊല്ലുന്നതാണ് സിനിമ. കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുള്ളൂ സിവിൽ വാർ എന്ന് പറഞ്ഞിട്ട്. A24 ആണ് പ്രൊഡക്ഷനൊക്കെ. അടിപൊളി സിനിമ. സെയിം സംഭവം അതാണ് ഇവിടെ നടക്കുന്നത്. ട്രംപിന് ഒരു സിവിൽ വാർ വേണം, ഒരു അൺറസ്റ്റ് വേണം. യുദ്ധമുണ്ടെങ്കിൽ എലക്ഷൻ നീട്ടി വയ്ക്കാം. എലക്ഷൻ നീട്ടി വയ്ക്കാമല്ലോ. യുദ്ധം ഉണ്ടെങ്കിൽ എലക്ഷൻ ഉണ്ടാവില്ല. ഉക്രൈനിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് എലക്ഷൻ ഇല്ലാത്തത്? സെലൻസ്കീനെ മാറ്റണോ സെലൻസ്കീനെ കണ്ടിന്യൂ ചെയ്യണോ എന്ന് ആൾക്കാർക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ സമയത്ത് വേറെ ഒന്നും നടക്കില്ല, എലക്ഷൻ നടക്കില്ല, ഇൻ്റർഫറൻസ് ഉണ്ടാവും. ഇതേ ഒരു സ്ട്രാറ്റജിയാണ് ട്രംപ് ഫോളോ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേര് പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട്. സെപ്റ്റംബർ 30-ാം തീയതി ഒരു വലിയൊരു മിലിറ്ററി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപും സെക്രട്ടറി ഓഫ് വാർ, ഇവരുടെ പീറ്റ് ഹെക്സത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായി, പണ്ട് ഫോക്സ് ന്യൂസിൽ ന്യൂസ് റിപ്പോർട്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഭയങ്കര സെക്രട്ടറി ഓഫ് ഡിഫൻസ് ആയിരുന്നു. ആ പേരൊക്കെ മാറ്റി വാറെന്നാക്കിയിട്ടുണ്ട്. പുള്ളി ഇവരും കൂടെ ഒരു വലിയ മീറ്റിംഗ് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ മീറ്റിംഗ് ഇപ്പം എന്താ അതൊക്കെ ഡെയിലി നടക്കുന്ന അല്ല. വേൾഡ് വാർ സെക്കൻഡിന് പോലും ഇത്ര വലിയൊരു മീറ്റിംഗ് വിളിച്ചിട്ടില്ലാന്ന്. അത്രയും വലിയൊരു മീറ്റിംഗ്. അത്
നെവർ ഡൺ ബിഫോർ എന്നാണ് അവർ പറയുന്നത്. നെവർ ഡൺ ബിഫോർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് അമേരിക്ക എന്നാണ് പറയുന്നത്. എന്താണ് പറഞ്ഞുതരാം. 800 സീനിയർ മിലിറ്ററി ഒഫീഷ്യൽസിനെ, ബ്രിഗേഡിയറും ജനറൽ റാങ്കിങ്ങിലുള്ള ആൾക്കാരിനെ, ഫീൽഡിലുള്ള ആൾക്കാരിനെ പോലും, അതായത് ഒരു ഇറാഖിൽ അവിടുത്തെ ആൾക്കാരെ വെടിവെച്ച് വന്ന് കൊന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയിൽ ഫോൺ വരും, അവിടെ വെടിവെക്കുകയാണ്, കേൾക്കുന്നില്ല, അതാ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ട്രംപിന്, വേഗം വരി, വന്നില്ലെങ്കിൽ നിങ്ങളുടെ പണി പോകും. ഒരാഴ്ച നോട്ടീസേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നു. എല്ലാവിടെ നിന്നും വെറുതെ ഇരിക്കുന്നവരെയും യുദ്ധഭൂമിയിലുള്ളവരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി. വെർജീനിയയിൽ വെച്ചിട്ടാണ് വലിയൊരു മീറ്റിംഗ് നടന്നത്. ആ മീറ്റിങ്ങിൽ മെയിനായിട്ട് എന്തിനാണ് ആ മീറ്റിംഗ് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പട്ടാളക്കാരെ കൊണ്ട് നമുക്ക് പട്ടാളക്കാരെ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഒന്ന് ഇറക്കി നോക്കാം. ഈ കാലിഫോർണിയ പോലത്തെ സ്ഥലങ്ങളില്ലേ, അവിടേക്ക്, കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ എതിർ പാർട്ടിയുണ്ട്, അവരാണ് അവിടെ ഭരിക്കുന്നത്. അതായത് സ്റ്റേറ്റും സെൻറ്ററും പോലെ തന്നെ. ഇപ്പം നമ്മുടെ BJPയും സൗത്ത് ഇന്ത്യയും പറയില്ല, അതുപോലെ തന്നെ. അതായത് ഇവിടെ ഭരിക്കുന്നത് സെൻറ്റർ ഭരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയാണ് കാലിഫോർണിയ. ഗാവിൻ ന്യൂസം എന്ന് പറയും. പുള്ളി ഡെമോക്രാറ്റിക് പാർട്ടീൻ്റെ ആളാണ്. റിപ്പബ്ലിക് പാർട്ടീൻ്റെ ആളാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അവിടേക്ക് വിടണം കുറച്ച് പട്ടാളക്കാരനെ. എന്തിന്? എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഇതിപ്പോൾ എല്ലാവരും ഒരേപോലെ തന്നെ. ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ പട്ടാളക്കാർ, ഒരു ദിവസം നമ്മൾ ഇപ്പോൾ പാല് മേടിക്കാൻ പുറത്ത് പോകുമ്പോൾ നമ്മുടെ ജംഗ്ഷനിലൊക്കെ കുറേ പട്ടാളക്കാർ, എന്ത് സംഭവം നമുക്ക് തോന്നില്ലേ? പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമുള്ള, എവിടെയാണോ ആവശ്യം അവിടെയല്ലേ പോയി നിൽക്കുക. അല്ലാതെ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നാട്ടിലും ഈ ആൾക്കാരൊക്കെ താമസിക്കുന്ന അവിടെ കൊണ്ട് വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അത് ഈ അടിയന്തരാവസ്ഥ, ഈ എമർജൻസി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ്റെ ഒരു അഡ്ജസ്റ്റൻ്റ് സംഭവമായിട്ട് വരുമോ? വരും. അതായത് സെൻറ്റർ കൺട്രോൾ ചെയ്യുക സ്റ്റേറ്റിനെ. സെൻറ്റർ ഡൊണാൾഡ് ട്രംപ് കൺട്രോൾ ചെയ്യുക അമേരിക്കയുടെ ഓരോ സ്റ്റേറ്റിനെ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നാളെ ഇപ്പോൾ മറ്റേ ഡൽഹിയിൽ അവർ പറയുന്ന ഇനി കേരളം മുഴുവൻ നമ്മൾ യൂണിയൻ ടെറിട്ടറി ആക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ തമിഴ്നാട് യൂണിയൻ ടെറിട്ടറി ആക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലത്തെ ഒരു സംഭവം. ഒരു എക്സാമ്പിൾ ഇട്ടാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പം അങ്ങനെ ആവുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതുപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ നടത്താൻ നോക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അതായത് ഈ ഐസ് ഫെസിലിറ്റി ഉണ്ട്. ഐസ് എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയിൽ ഈ ഇല്ലീഗൽസ് ആയിട്ടുള്ള മൈഗ്രൻസിനെയൊക്കെ കൊണ്ട് പാർപ്പിച്ച് അവരിനെയൊക്കെ നാട് കടത്താനുള്ള ഒരു സെൻറ്റേഴ്സ് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പോർട്ട്ലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് വെറും അടി, മനസ്സിലായില്ലേ? അടിയോടടി. അതായത് ഹീസ് ആക്ച്വലി പ്രൊവക്കേറ്റിംഗ് പീപ്പിൾ ടു പ്രൊട്ടസ്റ്റ്. അതായത് ഈ വീഡിയോസിൽ മറ്റേത് കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ലെഫ്റ്റ് വിങ് ഉണ്ടല്ല, ആൻറ്റിഫ എന്ന് പറയും. ആൻറ്റി ഫാസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രീം ലെഫ്റ്റ് വിങ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, ഈ മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് വരുന്ന കുറച്ച് ടീംസുകളാണ്. അവർ വന്നിട്ട് ഈ ഐസ് ഫെസിലിറ്റിയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ അടുത്ത് അവരൊരു പ്രൊട്ടസ്റ്റ് പോലെ വരും. പട്ടാളക്കാർ എന്ത് ചെയ്യും? അവർ അടിച്ചോടിക്കും. അപ്പോൾ അത് ഇവർക്കൊരു പ്രൊവക്കേഷനാവും. ഓഹോ, പട്ടാളത്തിന് ഇറക്കിയില്ലേ, ഞങ്ങളിതിന് കൂടുതൽ ആൾക്കാരായിട്ട് വരാൻ വേണ്ടിയിട്ട് അതൊരു പ്രൊവക്കേഷൻ. എന്നിട്ട് കുറേ ആൾക്കാരും കൊണ്ട് വന്ന് പിന്നെയും ഫൈറ്റ് തുടങ്ങി. അപ്പോൾ ഇതൊരു എസ്കലേഷൻ പോലെ. ഇവർ വരും, പട്ടാളക്കാർ പിന്നെ പ്രൊവോക്ക് ചെയ്ത് അടിച്ചു ഓടിക്കും, ഇവർ കൂടുതൽ ആൾക്കാരായിട്ട് വരും, പിന്നെയും പട്ടാളക്കാർ അടിച്ചു ഓടിക്കും, ഇവർ കൂടുതൽ ആൾക്കാരായിട്ട് വരും. അപ്പോൾ ഇത് ഇങ്ങനെ പോവാണ്. ഇത് അവസാനം എന്തിലെത്തും? ഇത് കൂടി ആൾക്കാർ കൂടി അവിടുത്തെ പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? സ്റ്റേറ്റും സെൻറ്ററും കൂടി എന്ത് ചെയ്യും? ഇവിടെ സ്റ്റേറ്റ് ഫെയിൽഡ്, സോ വി ആർ ഇമ്പോസിങ്, അല്ലെങ്കിൽ വി ആർ മിലിറ്ററിനെ ഇറക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇറക്കും. മിലിറ്ററി ഇറക്കിയാൽ പിന്നെ പവർ ആരുടെ അടുത്താണ്? ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത്. ഇതാണ് ഇവർക്ക് വേണ്ടത്. അത് അൾട്ടിമേറ്റ്ലി ലീഡിങ് ടു എവിടേക്കാണ്? ഇയാളുടെ അടുത്ത ഇലക്ഷന്. ഇയാളെ എതിർക്കാനും പിടിക്കാനൊന്നും ആരുമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇയാൾ മാറ്റും, എന്നിട്ട് അടുത്ത ഇലക്ഷന് നിൽക്കും. ഇതാണ് ഇയാളുടെ സംഭവം. ചാർലി കിർക്കിൻ്റെ
ആ ഒരു മെമ്മോറിയൽ നടത്തിയല്ലോ, ഇവർ എറിക്കാൻ മറ്റേ അണ്ടർടേക്കറൊക്കെ വരുന്ന പോലെ, മറ്റേ ജോൺ സീനൊക്കെ വരുന്ന പോലെ മറ്റേ പൂക്കുറ്റിയൊക്കെ വിട്ടിട്ട് ആ പരിപാടിയിലും ആൻറ്റിഫയ്ക്കെതിരെയാണ് പറഞ്ഞത്. എക്സ്ട്രീം ലെഫ്റ്റ് വിങ്ങിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇവർ. എക്സ്ട്രീം ലെഫ്റ്റ് വിങ് ഈസ് ഡേഞ്ചറസ്, ആൻറ്റിഫ ഈസ് ഡേഞ്ചറസ്, ആൻറ്റിഫനെ നമ്മൾ ഇല്ലാതാക്കുന്നു. ആൻറ്റിഫയാണോ ചാർലി കിർക്കിനെ കൊന്നത്? അതല്ല. അപ്പോൾ അതിവിടെ പറയേണ്ട ആവശ്യം, അതാണ് അവരുടെ അജണ്ട, അതാണ് അവർക്ക് വേണ്ടത്. ചാർലി കിർക്കിൻ്റെ ടൈലർ റോബിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനെ, 22 വയസ്സുള്ള ആ പയ്യനെയാണ് ഇവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഈ പയ്യനെ ഒന്ന് ട്രാൻസ് ആക്കണം, അല്ലെങ്കിൽ LGBTQ ഇടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെഫ്റ്റ് വിങ്ങിൻ്റെ ഒരു ബന്ധം വേണം. നടക്കണേയില്ല. പിന്നെ പറയാൻ പറ്റുന്നത് ഇവന് ഒരു ട്രാൻസ് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചങ്ങായിനെ ഇവർ പബ്ലിക്കലി കൊണ്ടുവന്നിട്ടേ ഇല്ല ഇതുവരെ. 1 മാസം ആവാനായി. ശരിക്കും ഒരു ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ഇവർക്ക് പബ്ലിക്കിൽ കൊണ്ടുവന്ന് അവൻ്റെ ഫോട്ടോ, ഒഫീഷ്യൽ ഫോട്ടോ പുറത്ത് വിട്ടാൽ അപ്പോൾ എന്താ കുഴപ്പം? എന്തുകൊണ്ടാണ് അത് വിടാത്തത്? അപ്പോൾ ഇവർക്ക് ആ ഒരു നെറേറ്റീവ് ആക്കി എടുക്കണം. ഇത് ലെഫ്റ്റിൻ്റെ, അത് ട്രാൻസ് ആണെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ് ആണല്ലോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ട്രാൻസ് ആരാണ് വെടിവെച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുക. ഇതെല്ലാം ഈ ലെഫ്റ്റിനെ കുത്തി പ്രൊവോക്ക് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ്. അത് സിവിൽ വാറിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഇവരെന്നെ ഓപ്പൺ ചെയ്തിട്ടാണ്. വാ അടിക്കാൻ വാ എന്നടിക്കി എന്ന് പറയുന്നത് സംഭവം. ഞാൻ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞാണ്. ഇനി ചാർലി കിർക്കിൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതുപോലെ ചാർലി കിർക്കിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വേറെ ഡെല്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് സൗത്തിൽ അവിടെ ഒരു ഐസ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഐസ് ഫെസിലിറ്റിയിലേക്ക് വേറൊരു ഷൂട്ടർ വെടിവെച്ചിട്ടുണ്ട്. വെടിവെച്ച് കുറച്ച് നേരം കഴിഞ്ഞു നമ്മുടെ കാഷ് പട്ടേൽ, FBI വൽഹല്ല കാഷ് പട്ടേൽ ഒരു പോസ്റ്റ് ഇട്ടു. ഒരു ബുള്ളറ്റ് കേസിങ് എൻഗ്രേവിങ്സ് ആണ് ഇപ്പോൾ ട്രെൻഡായിട്ട് അമേരിക്കയിലുള്ളത്. ബുള്ളറ്റ് കേസിൽ ഓരോന്ന് എഴുതുക, അതാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ പിള്ളേരുടെ ഇടയിൽ. പിള്ളേരുടെ ഓരോ ഫാഷനെ അത് അപ്പം തന്നെ മറ്റേ കാഷ് പട്ടേൽ അതിൻ്റെ ഫോട്ടോ ഇട്ട് ഇതിട്ടുതാ അതിലെഴുതിക്കുന്ന ആൻറ്റി ഐസ് എന്ന്. അപ്പം എന്താണ് അത്? ലെഫ്റ്റ് വിങ്ങിൻ്റെ തലയിൽ ഇടാനുള്ള സംഭവമാണ്. അങ്ങനെ ഒരു കേസിങ് ഉണ്ടോയെന്നേ അറിയില്ല. അതുപോലെ ഈ ടൈലർ റോബിൻസൻ്റെ ബുള്ളറ്റ് കേസിങ്ങിലും ഇങ്ങനെ കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹേ ഫാസിസ്റ്റ് ക്യാച്ച്. ബെല്ലച്ചാവില്ലേ മറ്റേ മണി ഹേസ്റ്റിലുള്ള പാട്ട്, മറ്റേ അതും ഇപ്പോൾ ആൻറ്റി ഫാസിസ്റ്റ് സോങ് ആണല്ലോ ഇറ്റലിത്തെ. അതും ബെല്ലച്ചാവ് അതും എഴുതിയിട്ടുണ്ട്. ഇഫ് യു റീഡ് ദിസ് യു ആർ ഗേ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ബുള്ളറ്റ് കേസിങ്ങിൽ എഴുതി ഇഫ് യു റീഡ് ദിസ് യു ആർ ഗേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ബുള്ളറ്റ് കേസിങ്ങിൽ എഴുതിയാൽ പിന്നെ വിശ്വസിക്കണം. അത് പറ്റില്ല. ബുള്ളറ്റ് കേസിങ്ങിൽ എഴുതി കഴിഞ്ഞാൽ അതാണ് സത്യം. അതിപ്പോൾ ആർക്ക് വേണമെങ്കിൽ എഴുതാം, അത് പറ്റില്ല. അത് ഷൂട്ടർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, വേറെ ആർക്കും അതിൽ ഒന്നും എഴുതാൻ പറ്റില്ല. സോറി, കഴിഞ്ഞു, ചാപ്റ്റർ ക്ലോസ്ഡ്. അപ്പോൾ ഇപ്പോൾ 2 എക്സ്പ്ലോസീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഇത് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, ഇത് ഈ 2 കാരണം കൊണ്ട് മാത്രമല്ല ഈ ചാർലി കിർക്കിൻ്റെ ഈ ചാർലി കിർക്കിനെ കൊന്നത് ഈ പയ്യനല്ല, അതിൽ വേറെന്തോ കളികളുണ്ട്, ഇസ്രായേലിൻ്റെ ബന്ധമുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെ നടന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു ചേർച്ചയില്ലായ്മൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുറേ അത് ഓൾറെഡി നടന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് ഐഡിയ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ ചാർലി കിർക്കിനെ കൊന്ന ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു വിറ്റ്നസ്, ഒരു വീഡിയോ ഉണ്ട്. ആ വിറ്റ്നസ് സംസാരിക്കുകയാണ്, ഒരു മീഡിയേൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഏതോ റാൻഡമായിട്ടുള്ള ഒരാൾ വന്നിട്ട് ആ സംസാരിക്കുന്ന ആളിനെ, ആ വിറ്റ്നസ്സിനെ സ്റ്റോപ്പ് ചെയ്യണം. അയാൾ പോലീസല്ല, മഫ്റ്റിയിലുള്ള ആളാണോ ഇനി അറിയില്ല. ചാർലി കിർക്കിൻ്റെ വിറ്റ്നസ്സാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് മീഡിയേൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അതിനെ വേറൊരാൾ വന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് അവനെ ഉന്തിത്തള്ളി കൊണ്ടുപോയി. ഇവരൊക്കെ ആരാണ്? ഹു ആർ ദിസ് പീപ്പിൾ? ഇനി അടുത്തത് പറഞ്ഞു കാഷ് പട്ടേലിൻ്റെ ഫസ്റ്റ് അസാസിനേഷനാണിത്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാണാനുണ്ട്.
വലിയ ശീലമില്ലല്ലോ, ഇത് ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇത് കുറച്ച് കഴിഞ്ഞ് ശീലമായിക്കോളും. ഫസ്റ്റ് തവണയല്ലേ FBI ഇത് മെയിൻ ആളായത്. ഇത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കോളും. ഫസ്റ്റ് അസാസിനേഷൻ്റെ എല്ലാ പാളിച്ചകളും ഇതിൽ കാണും. FBI ഒരു ചാറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. 22 വയസ്സുള്ള ടൈലർ റോബിൻസണും പുള്ളിയുടെ ഒരു റൂംമേറ്റ് ഉണ്ട്, ഒരു ലാൻസ് എന്നാണ് പുള്ളിയുടെ പേര്. അയാൾ ട്രാൻസ്ജെൻഡറാന്ന് പറയുന്നു, വേറെ എന്തൊക്കെയോ പറയുന്നു, ഒന്നും ആർക്കും അറിയില്ല, കൺഫേംഡ് ഒന്നും അല്ല. നിങ്ങൾ പല മീഡിയയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ് ആണ്, ട്രാൻസിഷനിങ് ടു ലേഡി ആണെന്ന് കുറേ പേര് പറയും, ട്രാൻസിഷൻ ടു മാൻ ആണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ അയാളുടെ ഫോട്ടോ പുറത്ത് വിട്ടുവിടും. ടൈലർ റോബിൻസിൻ്റെ ഫോട്ടോയും ഇൻ്റർവ്യൂ എല്ലാം പുറത്ത് വിട്ടല്ലോ, എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല? അതാണ് ചോദ്യം. അപ്പോൾ അയാൾ ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഈ ചാറ്റിൽ എങ്ങനെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാവേണ്ടി പറഞ്ഞുതരാം. ഞാൻ ഒരു കുറ്റം ചെയ്തു. അപ്പോൾ ഞാൻ ഒരാൾക്ക് കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇതാ, ഞാൻ അറിയാതെ ഒരു കുറ്റം ചെയ്തു, ഐ ആം വെരി സോറി, ഞാൻ കുറ്റം ചെയ്തത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിയാതെ ചെയ്തു പോയി. ഞാൻ ചെയ്തത് ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ്. ആ കത്തിയിൽ നല്ല മൂർച്ചയുണ്ടായിരുന്നു, അത് ഇന്ന ബ്രാൻഡ് കമ്പനീൻ്റെ കത്തിയാണ്. ആ കത്തിയാണെന്ന് നിങ്ങൾക്ക് എവിഡൻസ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യുക, ആ കത്തിയുടെ അടിയിൽ ചെറിയൊരു പൊട്ടലുണ്ട്, ആ പൊട്ടൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ ഉപയോഗിച്ച കത്തി തന്നെയാണെന്ന്. പിന്നെ ആ കത്തി ഞാൻ എവിടെയാണ് ഡിസ്പോസ് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ അതൊരു പൊന്തക്കാട്ടിലാണ് ഡിസ്പോസ് ചെയ്തത്. പക്ഷേ ഈ കുറേ പൊന്തക്കാടുണ്ടല്ലോ, അപ്പോൾ ഏത് പൊന്തക്കാടെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, ഇലക്ട്രിക് പോസ്റ്റിൽ ബൾബില്ല, അപ്പോൾ അത് നോക്കണേ. ആ ഇലക്ട്രിക് പോസ്റ്റ് തന്നെ നോക്കണം. ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ തൊട്ട് താഴെയാണ് ഞാൻ ഈ കത്തി കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ നിന്നോട് എന്തിനാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, വെറുതെ പറഞ്ഞു എന്നുള്ളൂ, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. നീ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണം കേട്ടോ, ഈ മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്യണം, ഇതാരോട് കാണിക്കരുത്. പ്രത്യേകിച്ച് മറ്റേ FBIയിൽ കാശിമാമൻ വന്ന് ചോദിക്കും, കാശിമാമൻ ഒരിക്കലും ഇത് കൊടുക്കരുത് കേട്ടോ. ലിറ്ററലി ഇങ്ങനെയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അതൊന്നും എടുത്ത് വായിച്ചാൽ മതി. വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മെയിൻ സംഭവം വായിച്ചത്. അതായത് യു വേർ ഇൻ ദ വൺ ഹു ഡിഡ് ഇറ്റ് എന്ന് ആ റൂംമേറ്റ് ചോദിക്കണം. ഐ ആം സോറി, റോബിൻസൺ പറയാൻ, ഐ ആം സോറി, ഞാനാണ് ചെയ്തത്. ഹൈഡിങ് ദ റൈഫിൾ ഇൻ ദ ബുഷ്, അതിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ട് എന്ന്. ഏത് ടൈലർ റോബിൻസൺ പറയാ, ഞാൻ തോക്ക് അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട് ബുഷിൽ, പന്തക്കാട്ടിൽ, അതിലെൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട് കേട്ടോ, ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ, മാമനോടൊന്നും തോന്നല്ലേ, കുറച്ച് ഫിംഗർ പ്രിൻ്റ് അതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നീ എന്തിനാണ് ഇവിടെ പറയുന്നത്? ഇതെന്താ മറ്റേ പോലീസുകാർ മറ്റേ എഴുതില്ലേ, നമ്മുടെ റിപ്പോർട്ട് എഴുതില്ലേ, അതുപോലെ ഇന്ന സാധനം അവിടെ വെച്ചു. അപ്പോൾ പിന്നെ തെളിവ് എല്ലാം ആയല്ലോ. തെളിവൊക്കെ ടൈലർ റോബിൻസൺ തന്നെ റൂംമേറ്റിനോട് പറഞ്ഞു. ഇതിൽ കൂടുതൽ ഇനി എന്ത് എവിഡൻസാണ് വേണ്ടത്? ഇതിനാണ് നമ്മൾ ഫ്രെയിമിംഗ് എന്ന് പറയുക. അതായത് പെടുത്തുക, കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയില്ലേ, ഇതാണത്. FBI ചാറ്റിൽ സമയമില്ല, ഇതെപ്പോൾ അയച്ചെന്നുള്ള ടൈം സ്റ്റാമ്പ് ഇല്ല, അത് മിസ്സിങ് ആണ്, അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെരിഫൈ ചെയ്യാനും പറ്റില്ല. ഇങ്ങനെ റൂംമേറ്റ് ഉണ്ടോയെന്നേ അറിയില്ല. ഒരു ഫോട്ടോ മാത്രം ഇങ്ങനെ ലാൻസ് എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു ഫോട്ടോ മാത്രം ഇങ്ങനെ വിടുന്നുണ്ട്. ഇയാൾ ട്രാൻസ് ആണോ, ഇയാൾ മനുഷ്യൻ തന്നെ ആണോന്നേ അറിയില്ല ആർക്കും. ഇഷ്ടംപോലെ ഉണ്ട്. മറ്റേ റൂംമേറ്റ് ചോദിക്കുകയാണ്, നീയാണോ അത് ചെയ്തത്? ഞാൻ തന്നെ ചെയ്തത്. I had enough of this hatred. Some can't be negotiated. കഷ്ടം തന്നെ. പിന്നെ അതല്ലേ കത്തിയുടെ മറ്റു സാധനം അതുപോലെ ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ 30-06 എന്ന് പറഞ്ഞിട്ടൊരു തോക്കുണ്ട്, ഒരു ഹണ്ടിങ് റൈഫിളാണ്. 30-06 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ നോക്കി കിട്ടും. 30-06 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഹണ്ടിങ് റൈഫിളാണത്, കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മുത്തശ്ശൻ്റെ തോക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. മോഡൽ നമ്പർ വേണോ തോക്കിൻ്റെ? 30-06 ആ തോക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ചോദിച്ചപ്പോൾ അതാരെങ്കിലും നീ കൊണ്ട് ചോദിച്ച, നീ ഏതാടാ മരഭൂതമേ, നീയൊക്കെ എവിടുത്തെ കില്ലറാണ്? ഞാൻ ഒരാഴ്ചയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്,
ഒരാഴ്ചയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. റൂമിൽ ഇത് പോളിഷ് ചെയ്ത ഞാൻ തോക്ക് പോളിഷ് ചെയ്തത് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും റൂംമേറ്റ് ആദ്യം ചോദിച്ചു, നീയാണോ ചെയ്തത്? അല്ല, തോക്ക് പോളിഷ് ചെയ്ത് മറ്റേ പറയില്ല ഞാൻ. തോക്ക് പോളിഷ് ചെയ്ത് എന്തിനാണോ ആൾക്കാരെ കൊല്ലാൻ? റൂമിലിരുന്ന് തോക്ക് പോളിഷ് ചെയ്തത് കണ്ടിട്ടില്ലേ എന്ന് ടൈലർ റോബിൻസൺ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് റൂംമേറ്റ് ചോദിക്കുന്നത് നീ ആണോ ചെയ്തത്? അല്ല. ശരിയെന്ന് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യ്. നിന്നെ ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നാൽ നീ വക്കീലിനെ കാണ്, സ്റ്റേ സൈലൻറ്റ് എന്നാണ് പറയുന്നത്. 22 വയസ്സുള്ള പയ്യൻ സംസാരിക്കുന്ന ഒരു സെൻറ്റൻസാണ് കേട്ടോ. ടു ബി ഓണസ്റ്റ്, ഐ ഹാഡ് ഹോപ്പ് ടു കീപ് ദിസ് സീക്രട്ട് അൺടിൽ ഐ ഡൈ ഓഫ് ഓൾഡ് ഏജ്. ഷേക്സ്പിയർ എഴുതോടാ ഇതുപോലെ. ഒരു 22 വയസ്സുള്ള പയ്യൻ അയാളുടെ ട്രാൻസ് ആയിട്ടുള്ള റൂംമേറ്റിനോട് സംസാരിക്കുന്ന വിധം ഇത് ശരിയെന്നാ. ഇന്നലെ ജനിച്ച കുട്ടികളുടെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അവരോട് വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് അസാസിനേഷനാണ്, അതിൻ്റെ കുറച്ച് കുറവുകളാണ്. ക്ഷമിക്ക്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചു വിടും. കാശി ഏട്ടൻ്റെ ഓരോ കുസൃതികൾ. സി യു എൻ വൽഹല്ല. ടൈം സ്റ്റാമ്പ് ഉണ്ടോ? ഇല്ല. ഒരു പാനിക് ഉണ്ടോ? ഒരാളെ കൊന്നിട്ട് വരികയാണ്, ലോകം മുഴുവൻ ഇവനെ തേടി നടക്കുകയാണ്, അതിൻ്റെ ഒരു പാനിക് ഉണ്ടോ ഈ ഒരു ചാറ്റിൽ എവിടെയെങ്കിലും? ഇത്ര സ്റ്റോൺ കോൾഡ് കില്ലാണോ ഇവൻ? കോപ്പാണ് അവൻ. റൂംമേറ്റിനെ ഒരിക്കലും പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടില്ല. അവൻ ട്രാൻസ് ആണോ, അവൻ അങ്ങനെ ഒരാളെ ഉണ്ടോയെന്നേ ആർക്കും അറിയില്ല. ഈ ലോണർ ഷൂട്ടർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു സംഭവമാണ്. പണ്ട് JFK കൊന്നപ്പോൾ തൊട്ട് ഈ CIAക്കാരും ബാക്കിയുള്ളവരും എല്ലാവരും കൂടെ വരുത്തുന്നൊരു സാധനമാണ് അത് കഴിഞ്ഞ് ഏതോ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ലോൺ ഷൂട്ടർ ആണെങ്കിൽ പിന്നെ ഹിസ്റ്ററിയിലേക്ക് പോകണ്ട. ഇപ്പോൾ ലോൺ ഷൂട്ടറാണ്, ഇപ്പോൾ ഒരുത്തൻ ഒറ്റപ്പെട്ട സംഭവം അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് അത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ അവനെ സഹായിച്ച ആരെങ്കിലും ഉണ്ടോ? തോക്ക് കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ എവിടെ നീ തോക്ക് കിട്ടി? അത് മുത്തശ്ശൻ്റെ തോക്ക് എടുത്തു പറഞ്ഞാൽ കഴിഞ്ഞല്ലോ, ബൂം. അമേരിക്കയിൽ തോക്കൊക്കെ എല്ലാവർക്കും മേടിക്കാമെങ്കിലും തോക്ക് ഒരു ലീഗലി മേടിക്കാൻ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കും. നിങ്ങൾ നല്ല ആളാണ്, ഇതിന് മുന്നേ നിങ്ങൾ ഒഫൻസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കും. അത് ഉള്ള തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ പോയിട്ട് എല്ലാവർക്കും പോയിട്ട് അങ്ങനെ പെട്ടെന്ന് തോക്ക് മേടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണി തന്നെയാണ്. കുറച്ച് പണി, നമ്മുടെ നാട്ടിൽ അത്ര പണിയൊന്നുമില്ല, കുറച്ച് പണി. അപ്പോൾ അതാണ് ഈ ലോണർ ഷൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമേ ഉണ്ട്. JFK കൊന്നത് ലോണർ ഷൂട്ടർ. പിന്നെ ലോണർ ഷൂട്ടർ ആണെങ്കിൽ അവനെ അപ്പം തന്നെ കൊല്ലുകയും ചെയ്യും. JFK കൊന്ന ആളും ജോൺ എഫ് കെന്നഡിനെ കൊന്ന ആളിലും പ്രസിഡൻറ്റിനെ കൊന്ന ആൾ കേട്ടോ, ഒറ്റയ്ക്ക് വന്നിട്ട് പ്രസിഡൻറ്റിനെ കൊന്നു. ആ ആളെ വെടിവെച്ചും കൊന്നു. അപ്പം പിന്നെ അവരുടെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പോലും ആരുമില്ല. എപ്സ്റ്റീനൊക്കെ കൊന്ന പോലെ. ആരൊക്കെ നിങ്ങളുടെ ഐലൻഡിലേക്ക് വന്നിട്ടുണ്ട്? ബും. ആരോട് ചോദിക്കുന്നത്? മതിലിനോട് ചോദിക്കേണ്ടി വരും. അയാളില്ല, അയാൾ മരിച്ചു, ഡെഡ്. അതുപോലെ തന്നെ JFK കേസും മറ്റേ ഡൊണാൾഡ് ട്രംപിന് ഒരു ചെക്കൻ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ അഡ്രസ്സേ ഇല്ല, അവനിപ്പോൾ എവിടെയാണുള്ളതെന്ന് ആർക്കും അറിയില്ല. അവനും പോയി. ഇനിയിപ്പോൾ ഇതും അതന്നെ. അത് കണ്ട, അതായത് എപ്പോഴും ഇങ്ങനെ ഒരു ലോണറായിട്ടുള്ള ആൾക്കാർ ഒറ്റയ്ക്ക്. ഇതൊക്കെ ആദ്യമൊക്കെ കുറച്ച് പേരെങ്കിൽ വിശ്വസിക്കുമായിരുന്നു. ഇപ്പോൾ ഒരാളും വിശ്വസിക്കുന്നില്ല. റൈറ്റ് വിങ്ങിൻ്റെ ആൾക്കാർ പോലും ഇപ്പോൾ വിശ്വസിക്കുന്നില്ല ഇതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട്. ദ ഗ്രേറ്റ് നോട്ടീസിങ്ങിൻ്റെ പവറാണ് കാണുന്നത്. ചാർലിൻ്റെ ആ കൂടെ ഉള്ളതാണ് റൈറ്റ് വിങ്, അവർ പോലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് പാസ്റ്റിൽ നടന്ന കുറച്ച് ഷെയ്ഡി ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ട്രംപിൻ്റെ അജണ്ട ആക്കാൻ വേണ്ടിയിട്ട് ഇവനെ എങ്ങനെയെങ്കിലും ഒരു ലെഫ്റ്റ് വിങ്ങിൻ്റെ ആളാക്കാൻ നോക്കി. അതിപ്പോഴും ഇവർ പറയുന്നത് ഈ ആൻറ്റിഫ കാരണമാണ് ചാർലി കിർക്ക് മരിച്ചതെന്നാണ് ഇപ്പോഴും ഡൊണാൾഡ് ട്രംപിൻ്റെ ആൾക്കാരും പറയുന്നത്. അതിപ്പോൾ കുറേ നോണ ഇങ്ങനെ വീണ്ടും പറഞ്ഞാൽ സത്യം മാറുമല്ലോ. ആ ഒരു ടെക്നിക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ വിറ്റ്നസ്സിനെ നൈസായിട്ട് മുക്കി ആ ഒരു വീഡിയോ കിടക്കുന്നുണ്ട് ഇൻ്റർനെറ്റിൽ. മൂന്നാമത് ഈ ഒരു FBI ചാറ്റ്, ഓക്കെ, അതും പോയി. അങ്ങനെ എല്ലാം ഒരു ഷെയ്ഡി ആയിട്ടുള്ള സംഭവങ്ങൾ നടന്ന് വരികയായിരുന്നു ആദ്യം തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അന്നത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞതാണ്. അതായത്
മരിക്കുന്നതിൻ്റെ മുന്നേ ചാർലി കിർക്ക് അദ്ദേഹത്തിൻ്റെ ചാർലി കിർക്ക് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലിട്ട വീഡിയോ, ബെൻ ഷപ്പീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്രയേലി സയനിസ്റ്റ് സപ്പോർട്ടറായിട്ടുള്ള ബെൻ ഷപ്പീറോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അടുത്തുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അതിൽ വ്യക്തമായിട്ട് ചാർലി പറയുന്നുണ്ട്, ഈ ഇസ്രയേലിനെ ഇങ്ങനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഈ ബാക്കി എല്ലാവരും നമ്മൾ ചോദ്യം ചെയ്യും, ഇസ്രയേലിനെ മാത്രം നമ്മൾ എതിരെ അത്ര പേടിക്കുന്നു. അവരുടെ ഡോണേഴ്സിനെയും അവരിവിടെ അമേരിക്കയിൽ കളിക്കുന്ന കളികളിനെയും നമ്മൾ ചോദ്യം ചെയ്യണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബെൻ ഷപ്പീറോയുടെ മുഖം അപ്പോൾ കാണണം, ഇവരാരാണ് അതൊക്കെ പറയുന്നത്, ആ ഒരു ലെവലിലാണ് ബെൻ ഷപ്പീറോ ഇരിക്കുന്നത്. അതൊരു കാര്യം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ നടന്നത്. അപ്പോഴാണ് വേറെ 2 കാര്യങ്ങൾ നടക്കുന്നത്. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വാട്സപ്പ് ചാറ്റ് ലീക്കായിട്ടുണ്ട്. ഗ്രൂപ്പ് ചാറ്റാണത്. വാട്സപ്പാണോ എന്നറിയില്ല, അതിൻ്റെ പറ്റി ആ ഒരു സംഭവമൊക്കെ കണ്ട് വാട്സപ്പ് പോലെ ഉണ്ട്, അറിയില്ല അമേരിക്കക്കാർ എന്താ യൂസ് ചെയ്യുന്നത് അറിയില്ല, സിഗ്നലോ അല്ലെങ്കിൽ എന്താണ് ടെലിഗ്രാം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തോ ഗ്രൂപ്പ് ചാറ്റ് ലീക്കായിട്ടുണ്ട്. രണ്ടാമത് ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പറഞ്ഞുതരാം. ആദ്യം ഡെത്ത് സർട്ടിഫിക്കറ്റും ഓട്ടോപ്സിയും നോക്കാം. അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റിൽ അമേരിക്കയിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഡെത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ എന്ത് കാരണം കൊണ്ട് മരിച്ചു, ഏത് ബുള്ളറ്റ് കൊണ്ടിട്ടാണ് മരിച്ചത്, ഏത് ഗണ്ണെന്നാണ് എന്നെല്ലാം എഴുതുമെന്നാണ് അവർ പറയുന്നത്. ചാർലി കിർക്കിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഒരു സംഭവമേ എഴുതിയിട്ടില്ല. ഗൺ എക്സ്പേർട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ഈ വെടി കൊണ്ട് കണ്ടത്, ഇവിടെ വെടി വെച്ചത്, ഇവിടെ കൊണ്ടത്, ആ വീഡിയോ കാണിക്കാൻ പറ്റില്ല, ഇവർ ഇത് ചെയ്ത് പോവും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇവിടെയാണ് വെടി കൊണ്ടത്, ചോര ഇങ്ങനെ തെറിക്കായിരുന്നു. ഓക്കെ, ഒരു ബുള്ളറ്റ്, ഈ 30-06 എന്ന് പറഞ്ഞില്ല നമ്മൾ തോക്ക്, അത് ഇതത്ര ഏറ്റവും വലിയ ബുള്ളറ്റാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കമ്പാരിസൺ, ഒരു ഇമേജ് ഉണ്ട്, അത് ഞാൻ അവിടെ കൊടുക്കാം. എത്ര അതിൻ്റെ അകത്ത് ആ ഉണ്ട കൊണ്ടിട്ട് എക്സിറ്റ് ചെയ്തിട്ടില്ല. അതായത് ഇത് ബോഡി ഇവിടുന്ന് ബുള്ളറ്റ് കൊണ്ടു, ഇതിൽ കൂടെ പോകണ്ടേ, എക്സിറ്റ് വൂണ്ട് എന്ന് പറയും. അതായത് ബുള്ളറ്റ് കൊണ്ടു, ബുള്ളറ്റ് ബോഡിയുടെ ഉള്ളിൽ നിൽക്കില്ലല്ലോ, ഇത് ബോഡി എന്താ പറ്റി സ്റ്റീല, അതുകൊണ്ട് ബാക്കിലോട്ട് പോകണ്ടേ. ആ സംഭവം എക്സിറ്റ് വൂണ്ട് ചാർലി കിർക്കിൻ്റെ ദേഹത്ത് ഇല്ല. ആ ബാക്കിലൊരു കർട്ടൻ ഉണ്ടല്ലോ, എക്സിറ്റ് വൂണ്ട് ആണെങ്കിൽ നമുക്ക് കർട്ടനിൽ ഓട്ടോ വരും, ആ കർട്ടൻ്റെ ബാക്കിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും വെടികൊള്ളും. അങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ? ഒരു തോക്ക് കൊണ്ട് വെടിവെച്ച് കഴിഞ്ഞാൽ, വലിയ തോക്ക് കൊണ്ട്, ഈ സ്നൈപ്പറൊക്കെ വെടിവെച്ച് കഴിഞ്ഞാൽ 2 പേര് ഇങ്ങനെ നിൽക്കുമ്പോൾ 2 പേരിന് അറ്റ് എ ടൈം വെടി കൊണ്ട് മരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ല. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ തലയിൽ കൂടെ കയറി അപ്പുറത്തൂടെ വന്ന് എന്നിട്ട് അപ്പുറത്തിരിക്കുന്നവൻ്റെ തലയിൽ പോവും. അത്രയും പവർഫുള്ളാണ് ഈ 30-06 തോക്ക്. ഇഷ്ടംപോലെ വീഡിയോസ് ആൾക്കാർ ഇതിന് ശേഷം 30-06 പവർ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ മരക്കട്ടയൊക്കെ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. 17 ഇഞ്ച് ഓരോ ഇഞ്ചിൻ്റെ മരക്കട്ട, 17ാമത്തെ മരക്കട്ടയിൽ വരെ എത്തിയ ആ സാധനം ഉണ്ടാ. അപ്പം അതിൻ്റെ പവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എക്സിറ്റ് വൂണ്ട് ഇല്ല. അത് ആദ്യം ഒരു കോൺസ്പിറസി ആയിരുന്നു, പിന്നീട് അവർ തന്നെ കൺഫേം ചെയ്തു എക്സിറ്റ് വൂണ്ട് ഡസൻറ്റ് എക്സിസ്റ്റ് ഇൻ ചാർലീസ് ബോഡി. ഏണ്ട് ബുള്ളറ്റും കണ്ടുപിടിച്ചിട്ടില്ല പുറത്തുനിന്നുള്ള. അതായത് മീൻസ് ഇപ്പോൾ എക്സിറ്റ് വൂണ്ടാണെങ്കിൽ ബുള്ളറ്റ് പുറത്ത് കിടക്കുമല്ലോ, അതും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ബുള്ളറ്റ് അകത്താണ്. ആൻഡ്രൂ കോൾവെറ്റ് എന്ന് പറഞ്ഞിട്ട്, ഈ ടേണിംഗ് പോയിൻ്റ് എന്നാണ് ചാർലിൻ്റെ ആ ഒരു അസോസിയേഷൻ്റെ പേര്, പുള്ളിയുടെ കമ്പനീൻ്റെ പേര്. അതിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ വന്നിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, അത് ഞാൻ അവിടെ കൊടുക്കാം. ഇത് കേട്ടിട്ട് ചിരിക്കണോ അതോ സങ്കടപ്പെടണോ എന്ന് അറിയുന്നില്ല. അതിൽ പുള്ളി പറയുന്നേ, ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചു, സർജൻ്റെ അടുത്ത്, ഓട്ടോപ്സി ചെയ്ത് സർജൻ്റെ അടുത്ത് സംസാരിച്ചു. പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്, Charlie's body stopped the bullet. It's a miracle, medical miracle, that no other person standing behind him is dead. Charlie's bones are healthy and density is so impressive that it stopped a 30-06 bullet.
ഈ ഡോക്ടർ ചാർലിനെ വിളിക്കുന്നത് മാൻ ഓഫ് സ്റ്റീൽ എന്നാണ്. ചാർലിൻ്റെ കഴുത്തു നിന്നാണ് ബുള്ളറ്റ് കിട്ടിയെന്നും പറയുന്നുണ്ട്. സിനിമയുടെ സ്ക്രിപ്റ്റ് പോലും ഇങ്ങനെ എഴുതാൻ പറ്റില്ല. മാൻ ഓഫ് സ്റ്റീൽ ചാർലി കിർക്ക് ഡോക്ടർ പറഞ്ഞു എന്ന് വെറുതെ വഴി കൂടെ പോണവരല്ല കേട്ടോ പറയുന്നത്. കോൺസ്പിറസിൻ്റെ ആൾക്കാർ ചാർലിന് ദേഷ്യമുള്ളവരൊന്നും അല്ല ഇത് പറയുന്നത്. ഇപ്പം ടേണിംഗ് പോയിൻ്റിൻ്റെ ചാനലിൻ്റെയും ആ ഒരു ഓർഗനൈസേഷൻ്റെയും കമ്പനീൻ്റെ സ്പോക്സ് പേഴ്സണാണ് വന്ന് പറയുന്നത്. ഉണ്ട് ആൾക്കാർ അതിൻ്റെ അടിയിൽ ഇപ്പം ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ അടിയിൽ ഈ 30-06 തോക്കും കൊണ്ട് ആൾക്കാർ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് അതിലാണ് ഞാൻ കണ്ടത്. 17 കട്ട വുഡ് തുളച്ച് കയറി 17ാമത്തെ കട്ടയിലെത്തി, 1 തൊട്ട് 17 വരെ. അത്രയും പവർഫുള്ളാണ് ഈ ബുള്ളറ്റ്. പിന്നെ ഞാൻ പറഞ്ഞില്ല 142 യാർഡിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 140 യാർഡ് ഡിസ്റ്റൻസ് ഉണ്ട് ഷൂട്ടറും ചാർലിയും തമ്മിൽ. 130 മീറ്റർ, അത്യാവശ്യം ദൂരമുണ്ട്. അതാണ് വേറൊരു സംഭവം. ഒരു ഹിറ്റ്മാൻ അല്ലെങ്കിൽ സ്ഥിരമായ ഒരാളെ കൊല്ലുന്ന ആൾക്കാർ ഹണ്ടിങ് ഒക്കെ വിട്. ഹണ്ടിങ് വേറെ. ഹണ്ടിങ് കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഭയങ്കര മറ്റേ കോൺസെൻട്രേഷനിൽ ആരും നമ്മളൊന്നും നോക്കുന്നില്ല. അപ്പോൾ നമ്മളാരും നോക്കിയാലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. മാനിനെ വെടിവെച്ചു, മാനിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി വെടിവെക്കുന്നു. അതൊരു സ്കിൽ തന്നെയാണ്, കുറവല്ല. പക്ഷേ അതുപോലെയല്ല ഒരാളെ കൊല്ലുന്നത്. അതും ഇത്രയും വലിയൊരു പരിപാടിൻ്റെ ഇടയ്ക്ക്. അവിടെ ഒരു 10, 1000, 2000 പേരുണ്ടാവും ഇയാളുടെ അടുത്ത് ഡിബേറ്റ് ചെയ്യാനും ഇയാളുടെ സംസാരിക്കാനൊക്കെ വന്ന ആൾക്കാർ. അവരുടെ ഇടയിൽ കൂടെ ഇത്രയും ബഹളവും ശബ്ദവും. ഈ ആൾക്കാർ ആരെങ്കിലും എന്നെ കാണുമോ? കാരണം എന്നെ വെടിവെക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവർ പോലീസുകാർ വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യില്ല. അതിൻ്റെ ഒരു പേടി, ടെൻഷൻ, ആദ്യമായിട്ടൊരാളെ കൊല്ലുന്ന ഒരു ടെൻഷൻ. ഒരു ഹിറ്റ്മാനൊക്കെ ആണെങ്കിലും ഓക്കെ, ഇയാൾ ചെയ്യും എന്ന് വിചാരിക്കുക. ഇത് 22 വയസ്സുള്ള പയ്യനെ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ കാര്യം, ഗ്രൂപ്പ് ചാറ്റിൻ്റെ ലീക്ക്. അത് കാൻഡിസ് ഒവൻസ് എന്ന് പറയും. കാൻഡിസ് ഒവൻസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഈ കോൺസ്പിറസിൻ്റെ മെയിൻ ആളാണ്. പുള്ളിക്കാരിയാണ് മറ്റേ ഫേമസ് സാധനം, മറ്റേ ബ്രിജിറ്റ് മെക്രോൺ, മറ്റേ ഫ്രാൻസിലെ മറ്റേ പ്രസിഡൻ്റ് ഉണ്ടല്ലോ, പുള്ളിയുടെ ഭാര്യ സ്ത്രീയല്ല, ഒരാണാണ്, ട്രാൻസാണ് പറഞ്ഞു നടക്കുന്ന ഒരാളാണ് കാൻഡിസ് ഒവൻസ്. ഭയങ്കര പുള്ളിക്കാരുടെ ആരെങ്കിലും ദേഷ്യപ്പെടുത്തി നീ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പിടിക്കലാണ്. പിന്നെ അയാളുടെ അടിയാധാരം വരെ തോണ്ടിയെടുത്തിട്ട് മറ്റെല്ലാവർക്കും പേടിയാണ് ആക്ച്വലി കാൻഡിസ് ഒവൻസ് പറയും. അതായത് ചെറിയൊരു കോൺടെക്സ്റ്റ് പറയുകയാണെങ്കിൽ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഫ്രാൻസിലെ പ്രസിഡൻറ്റിനെയും അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഭാര്യനെയും എന്തോ പറഞ്ഞു. അപ്പോൾ ഇവരൊരു ലീഗൽ നോട്ടീസ് അയച്ചു. അമേരിക്കയിലിരുന്നിട്ട് ഏതോ ഒരു യൂട്യൂബ് ചാനലിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിലെ പ്രസിഡൻറ്റ് അവരൊരു നോട്ടീസ് അയച്ചു കാൻഡിസ് ഒവൻസിന്. അത് കണ്ടപ്പോൾ പുള്ളിക്കാർക്ക് ദേഷ്യമായി. എന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഒരു സീരീസ് അങ്ങോട്ട് തുടങ്ങി, ബ്രിജിറ്റ് മെക്രോണിൻ്റെ ഒരു സീരീസ്. അതിൽ ഇനി ഇന്നതാ പറയാമെന്നില്ല. അത് ആണായിട്ടൊരാളാണ്. അയാൾ ട്രാൻസിഷൻ ചെയ്തിട്ട് ഈ മെക്രോനെ കുടുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പീഡിപ്പിച്ചു, മെക്രോനെ ഗ്രൂം ചെയ്തെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണ് കാൻഡിസ് ഒവൻസ്. കാൻഡിസ് ഒവൻസിൻ്റെ മെയിൻ ഫ്രണ്ടാണ് ചാർലി കിർക്ക്. ഇവരൊക്കെ ഈ റൈറ്റ് വിങ് ആയിട്ടുള്ള ലീനിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരേ ഐഡിയോളജീസാണ് ഇവരുടെ ഏകദേശമൊക്കെ. പുള്ളിക്കാരിയാണ് ഇപ്പോൾ ഒരു ചാറ്റ് പുറത്തു വിട്ടത്. ഇതൊരു 1-on-1 ചാറ്റല്ല. ഈ ഒരു ഗ്രൂപ്പ് ചാറ്റിൽ 9 പേരുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, 9 പേരുണ്ട്. അതിൽ 2 പേരിന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് കാൻഡിസ് ഒവൻസ് പറയുന്നുണ്ട്. ഒന്ന് ജോഷ് ഹാമർ, റോബ് മെക്കോയ്. ജോഷ് ഹാമർ ആരാണ്? ഹീസ് എ ജൂയിഷ് ഗൈ, പ്രൗഡ് ജൂ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇയാളുടെ പോസ്റ്റുകൾ, ജോഷ് ഹാമർ ഇട്ട പോസ്റ്റുകൾ നമുക്കിവിടെ കാണാം. ടേണിംഗ് പോയിൻറ്റ് USA അകത്തുള്ള ആൾക്കാരാണ് അവർ. ജോഷ് ഹാമർ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. 8-ാം തീയതിയാണ് ഈ മെസ്സേജൊക്കെ അയക്കുന്നതും ഈ ചാർലി കിർക്ക് ഈ മെസ്സേജ് അയക്കുന്നത്. എന്താ മെസ്സേജ് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ 8-ാം തീയതി മെസ്സേജ് അയക്കുന്നു. 9-ാം തീയതി ജോഷ് ഹാമർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 കൊല്ലം മുന്നത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ
ഒരു പോസ്റ്റ് ഉണ്ട്, എക്സിലാണ് നടക്കുന്നത്. അതിൽ പബ്ലിക് എക്സിക്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. പബ്ലിക് എക്സിക്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പകുതി തീരും എന്ന് ട്രംപ് 12 കൊല്ലം മുന്നേ പറഞ്ഞ ഒരു പോസ്റ്റിനെ റീട്വീറ്റ് ചെയ്തിരിക്കുക ജോഷ് ഹാമർ, ബേസ്ഡ് എന്ന് പറഞ്ഞിട്ട്. 12 കൊല്ലം മുന്നത്തെ ട്വീറ്റ് എടുത്തിട്ട് റീട്വീറ്റ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുക അങ്ങനെ ചെയ്യണം. ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് എന്നുള്ളൊരു അർത്ഥമാണ്. അങ്ങനെ ചെയ്യണം എന്ന് ജോഷ് ഹാമർ പോസ്റ്റ് ചെയ്തിട്ട് 9-ാം തീയതി. 8-ാം തീയതിയാണ് ഈ ഒരു ചാറ്റ് നടക്കുന്നത്. ഈ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ചാറ്റ് പ്രൗഡ് ജ്യൂ ആണ്. ജൂയിഷ് ആൻറ്റിസെമിറ്റിസത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രൗഡ് ജ്യൂ ആണെന്ന് പോസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. അവിടെ കേട്ടോ. അടുത്ത ആൾ 9 പേരുണ്ട്. എല്ലാവരുടെ പേരും ഇപ്പോൾ പുറത്ത് വിടുന്നില്ല, വഴിയെ പുറത്ത് വിടുന്നതാണ് കാൻഡസ് ഓവൻസ് പറയുന്നത്. അടുത്ത ആളുടെ പേര് വയ്ക്കുക റോബ് മെക്കോയ്. പള്ളിയിലച്ഛൻ, പാസ്റ്റർ എന്ന് പറയില്ലേ, പള്ളിയിലച്ഛനല്ല, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഹല്ലേലൂയ ടീംസാണ് തോന്നുന്നു. അങ്ങനത്തെ എന്തോ ടീമാണ്. ഈ ടേണിംഗ് പോയിൻറ്റ് USA ഉള്ളിൽ തന്നെ ടേണിംഗ് പോയിൻറ്റ് ഫെയ്ത്ത അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൻ്റെ ആളെന്നാണ് റോബ് മെക്കോയ്, പാസ്റ്റർ എന്നാണ് ഇയാളെ പറയുന്നത്. ഇയാളൊരു വീഡിയോ ഉണ്ട്. ഇയാളുടെ വീഡിയോയിൽ ഇയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയാം വീഡിയോ ഒന്ന് പ്ലേ ചെയ്യിപ്പിക്കാം. ഇയാൾ വീഡിയോയിൽ പറയുന്നത് ജ്യൂസാണ് ചോസൻ പീപ്പിൾ. ഓക്കെ, അവരാണ് ചോസൻ പീപ്പിൾ. അത് എന്താണ് ഇതിൽ പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്നും ആരും ക്വസ്റ്റ്യൻ ചെയ്യണ്ട. ഞാനും ചാർലിയായിട്ട് മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറയുന്നത്, ഞങ്ങൾ സംസാരിച്ചത് നമുക്ക് ഇസ്രയേലിൽ എന്തുകൊണ്ട് പൊയ്ക്കൂടാ, അവിടെ പോയിട്ട് വർക്ക് ചെയ്തുകൂടാ എന്ന് ഞാനും ചാർലിയും തമ്മിൽ സംസാരിച്ചു എന്നും പറയുന്നുണ്ട്. ഇവർ എന്തോ സൗത്ത് കൊറിയയിൽ എന്തോ പോയിട്ടുണ്ടായിരുന്നേ, ഇവർ ചാർലി മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ. അപ്പോൾ അതിനുശേഷം സൗത്ത് കൊറിയയിൽ നിന്ന് വന്നിട്ട് ഇനി നമുക്ക് ഇസ്രയേലിൽ പോയിട്ട് അവിടെ പോയി കുറച്ച് വർക്ക് ചെയ്യുക എന്ന് സംസാരിച്ചു എന്നാണ് ഈ പാസ്റ്ററിൻ്റെ തന്നെ പറയുന്നത്. അതിലൊരു വീഡിയോ ഉണ്ട്, കേട്ടോ. He believed in the sovereignty of Israel. He also believed Ezekiel 37 that there was to be a political nation first and a spiritual nation second. And so he would be accused of being an anti-Semite because he would separate that you can question the political government of Israel, but you stand with the realization that the Jews are God's chosen people. They have an ancestral right to the land. But you can also, like we do with our own government, call them out when they're wrong. And I was on a text stream with him and Orthodox rabbis and believe Orthodox. റിപ്പീറ്റ് ചെയ്യാനും തന്നെ പറയുന്നത് മനസ്സിലായല്ലോ. ഇയാൾ അങ്ങനത്തെ ആളാണെന്ന് മനസ്സിലായല്ലോ. അവിടെ നിൽക്ക്. ഇത് നമുക്ക് ചാറ്റിലേക്ക് പോവാം. ചാറ്റിൽ ചാർലി പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണെ. ഇത് ഫേക്കോ അല്ല, ഒന്നുമില്ല. ആദ്യം ഇത് കുറേ ഫേക്കാണെന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ, കുറേ പേര് ഫേക്കാന്ന് പറഞ്ഞിട്ട് വന്നു. എല്ലാവരും ഡീബങ്ക് ചെയ്തിട്ടുണ്ട്. ഓരോന്നായിട്ട് പറഞ്ഞത് ടെക്സ്റ്റിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർലി പറയണം, ജസ്റ്റ് ലോസ്റ്റ് $2 million ഡോണർ, ജൂയിഷ് ഡോണർ, because we won't cancel Tucker Carlson. I'm thinking of inviting Candace. ടക്കർ കാൾസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഫോക്സ് ന്യൂസിൻ്റെ ഒരു ആളായിരുന്നു. ഇപ്പോൾ പുള്ളി സ്വന്തമായിട്ടൊരു ചാനലൊക്കെ തുടങ്ങി, ടക്കർ കാൾസൻ്റെ ഒരു പേജൊക്കെ തുടങ്ങി. പുള്ളി ഇപ്പോൾ അതിലാണ്. അതിൽ പുള്ളിക്ക് തോന്നിയ കാര്യങ്ങൾ ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ ഇറങ്ങിയല്ലോ, അപ്പോൾ പിന്നെ ഇഷ്ടമുള്ളതൊക്കെ പറയാമല്ലോ. അപ്പോൾ പുള്ളി ഇസ്രായേലിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. റഷ്യക്കാരനെ ഭയങ്കര സപ്പോർട്ടാണ്, ഉക്രൈൻകാരനെ എതിർക്കുന്നതൊക്കെ, അങ്ങനത്തെ പല സ്റ്റാൻസുള്ള ആളാണ്. റൈറ്റ് വിങ്ങിൻ്റെ ആൾ തന്നെയാണ്. ഓക്കെ, ടക്കർ കാൾസനെ ക്യാൻസൽ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ടേണിംഗ് പോയിൻ്റ് USA-യിലേക്ക് 2 മില്യൺ സംഭാവന തരുന്ന ഒരാളിനെ, ജൂയിഷ് ആയിട്ടുള്ള ആൾ അത് ക്യാൻസൽ ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ AIPACൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. AIPACും സെയിം വർക്കിംഗ് പ്രിൻസിപ്പളാണ്. അതായത് അവർ, നിങ്ങളൊരു പൊളിറ്റീഷ്യനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചാനലുണ്ടെങ്കിൽ അവർ കുറേ പൈസ തരും. ചില്ലറ പൈസയൊന്നുമല്ല തരുന്നത്. സയനിസ്റ്റിൻ്റെ ഇല്ലാത്ത പൈസയൊന്നുമില്ല, റോഡ് ചൈൽഡിൻ്റെ ഇല്ലാത്ത പൈസയാണ്. അപ്പോൾ കുറേ പൈസ തരും. അപ്പോൾ നമ്മളത് മേടിച്ച് വയ്ക്കും. എന്നിട്ട് നമ്മൾ ചാനൽ സെറ്റപ്പാക്കും, ഈ ടേബിളൊന്ന് പുതിയതാക്കും, ലൈറ്റൊക്കെ സെറ്റപ്പാക്കും, ക്യാമറ ഇതിപ്പോൾ ഒരു ആംഗിളേ ഉള്ളൂ, ഇനി വേറൊരു ആംഗിൾ വയ്ക്കും. എന്നിട്ട് നമ്മൾ ഫുള്ള് മറ്റേ
ഭയങ്കര സെറ്റപ്പൊക്കെ ആയിട്ട് ഭയങ്കര ഡെവലപ്മെൻ്റൊക്കെ വരും. പിന്നെ ഞാൻ ഒരു 10-15 പേരിനെ ഹയർ ചെയ്യും. അപ്പോൾ അവർ എന്നിട്ട് ഓരോ ഈ ബുക്ക് അല്ലാണ്ട് അവർ മറ്റേ റിസേർച്ച് ടോക്കിംഗ് പോയിൻ്റൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു സെറ്റപ്പാക്കും. അത് അവർ നമുക്ക് ചെയ്തു തരും, പൈസ തരും. ചെയ്തു തരുമെങ്കിൽ പിന്നെ എനിക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യണം. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ നമ്മൾ പോയിട്ട് നീ ഒന്ന് വാ എന്ന് പറഞ്ഞാൽ വരുമോ? ഇല്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അവരുടെ മാനേജർമാരെ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ആളാണെങ്കിൽ അയാളുടെ മാനേജറിനെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ അയാളുടെ മാനേജറിനെ സംസാരിക്കണം. അവർക്ക് ഫ്ലൈറ്റ് ചാർജോ ഹോട്ടൽ ചാർജോ എല്ലാം കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിനെയും ഈ ഒരു യൂട്യൂബിനെയും ഈ ഒരു ചാനലിൽ തന്നെ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പൈസയും അവർ തരും. പക്ഷേ അവർ പറയും ടക്കർ കാൾസനെ പോലത്തെ ഒരാളിനെ നമുക്കിനി വേണ്ട, അയാളുടെ അടുത്ത് നീ സംസാരിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ പറ്റില്ല. അങ്ങനെ എതിർത്തു ചാർലി കിർക്ക്. 48 hours ബിഫോർ ദ കില്ലിംഗ് ആണ് ഇത് സംഭവിക്കുന്നത് എന്ന് ആലോചിക്കണം. അവിടെയാണ് ഇതിൻ്റെ ഒരു സംഭവം മനസ്സിലാകുന്നത്. 48 മണിക്കൂർ, 10-ാം തീയതി മരിച്ചു, ഇത് 8-ാം തീയതിയാണ് ഈ ചാറ്റ് സംഭവിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് ചാറ്റ്. Jewish donors play into all the stereotypes. I cannot and will not be bullied like this. ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും വേണോ? എന്നെ ഇങ്ങനെ പേടിപ്പിക്കാനൊന്നും പറ്റില്ല. ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് ഈ ജൂയിഷ് ഡോണേഴ്സിൻ്റെ. അവരുടെ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പുള്ളി സ്റ്റീരിയോ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആൾക്കാരെ കൺട്രോൾ ചെയ്യും, കുറേ പൈസ കൊടുക്കും, ഡൊണേഷൻ കൊടുക്കും. പക്ഷെ എന്നിട്ട് അവരുടെ ഓരോ പരിപാടികൾ, അവരുടെ അജണ്ട, അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്പം കട്ട് ചെയ്യും. മനസ്സിലായ? ആ ഒരു സംഭവം തന്നെയാണ് അവരിവിടെയും ചെയ്യുന്നത്. എന്നെ ഇങ്ങനെ പേടിപ്പിക്കാനൊന്നും പറ്റില്ല എന്നാണ് ചാർലി പറയുന്നത്. അതിൻ്റെ അടിയിൽ ഏതോ ഒരു തെണ്ടി സൈനിസ്റ്റ്, ഇവൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ 2 സൈനിസ്റ്റുകളെ കണ്ടുപിടിച്ചല്ലോ. ആ 9 പേര് ഈ ടേണിംഗ് പോയിൻറ്റിൻ്റെ കമ്പനിയിലുള്ള ആൾക്കാരാണ്. അവൻ്റെ അടുത്താണ് ഇവർ ചാറ്റ് ചെയ്യുന്നത്. അതിൽ 2 ആൾക്കാരനെ ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി അതിലേതോ ഒരു പേര് മായ്ച്ചിട്ടുണ്ട്. അയാൾ വന്നിട്ട് പറയണേ അപ്പോൾ അതിന് മുന്നേ ചാർലി ഒരു കാര്യം പറയുന്നുണ്ട്, ലീവിങ് മീ നോ ചോയ്സ് ബട്ട് ടു ലീവ് ദ പ്രോ ഇസ്രയേൽ എന്ന് പറയുന്നുണ്ട്. അത് വേറെ കാര്യം, വിട്ടുപോയി, സോറി. ലീവിങ് മീ നോ ചാൻസ് ബട്ട് ടു ലീവ് പ്രോ ഇസ്രയേൽ ആയിരുന്നു ഞാൻ. ഇനി എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സൂചനയാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ലാസ്റ്റ് വീഡിയോ, മരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ലാസ്റ്റ് വീഡിയോ ബെൻ ഷപ്പീറോൻ്റെ അടുത്ത് വീഡിയോ ചെയ്തതിൽ ഇസ്രയേലിനെതിരെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇതാണത്. ഈ ചാറ്റ് കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. കണക്ഷൻ നോക്ക്, കണക്ഷൻ കിട്ടിയില്ലേ? വെറുതെയാണോ ദ ഗ്രേറ്റ് നോട്ടീസിങ് സംഭവിക്കുന്നത്? ഇങ്ങനെയാണ് ഇത്. ഇറ്റ്സ് വെരി ഈസി. ഞാൻ ഇനി പ്രോ ഇസ്രായേൽ അല്ല എന്ന് പറയാണ്. ഇനി അതിൻ്റെ അടിയിൽ വേർത്തം വന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നത്, നിൽക്ക് നീ അങ്ങനെ ഒരുപാട് പെട്ടെന്ന് എടുത്തയാടി ഒന്നും ചെയ്യണ്ട, പ്ലീസ് ഡോണ്ട് ഇൻവൈറ്റ് കാൻഡസ്. ലോങ് ടേമിൽ അത് പണിയാവും. ഷോർട്ട് ടേമിൽ ചിലപ്പോൾ കുറച്ച് വ്യൂസൊക്കെ കിട്ടിയെന്ന് വരും. ലോങ് ടേമിൽ അത് പണിയാവും. നീ എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട എന്നുള്ള സംഭവമാണ് അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്നത്. അതായത് കാൻഡസ് ഓവൻസിനെ കുറിച്ച് പറയുന്നത്. കാൻഡസ് ഓവൻസ് ഇസ്രായേലിനെ എടുത്തിട്ട് ഊക്കുന്ന ആളാണ് ഇപ്പോട്ടാ. പണ്ടൊക്കെ പ്രോ ഇസ്രായേലിനായിരുന്നു. ഇതുപോലെ തന്നെ, അതായത് ഈ റൈറ്റ് വിങ് ആൾക്കാരാണ് ആക്ച്വലി മണ്ടന്മാർ. ഇവരെല്ലാത്തിലും പോയി വീഴും. ഇവർ ഈ പ്രോ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ മേടിച്ചു. ആദ്യം പ്രോ റഷ്യൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബെന്നി ജോൺസണോ അങ്ങനെ ബെന്നി ജോൺസൺ, ടിം പൂള്, അങ്ങനെ കുറേ ആൾക്കാർക്ക് ടെനറ്റ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയ ഹൗസ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് റഷ്യൻ പ്രോപ്പഗൻഡ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം റൈറ്റ് വിങ്ങിൻ്റെ ആൾക്കാരാണ്. അത് അന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇലക്ഷൻ സമയത്താണ് വന്നത്. അതാരും അങ്ങനെ മൈൻഡ് ചെയ്തില്ല. അത് ആ വഴിക്ക് അങ്ങോട്ട് പോയി. ഓക്കെ, അത് ശേഷം പ്രോ ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്നും ഈ റൈറ്റ് വിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെന്ത് വിചാരിക്കും, പൈസ കിട്ടി, ഇനി നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ മണ്ടന്മാരാന്ന് പറഞ്ഞത്. ഇവർക്കറിയില്ലേ ഈ പൈസ മേടിക്കുമ്പോൾ ഇവരുടെ ആവശ്യമൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ഇവർക്ക് അറിയില്ലേ? അത്രയും ഇന്നലെ ജനിച്ച ആൾക്കാരാണോ ഈ റൈറ്റ് വിങ്ങിൻ്റെ ആൾക്കാർ? അപ്പോൾ ഇത് ആദ്യം വന്നപ്പോൾ കുറേ പേര് പറഞ്ഞു ഇത് ഫേക്കാണ്,
മറ്റേ $7,000 മേടിച്ച ടീംസ് ഉണ്ടല്ലോ. നെതന്യാഹു ജൂയിഷ് പോസ്റ്റുകൾ ചെയ്യാൻ ഒരു പോസ്റ്റിന് $7,000 കൊടുക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു ഫുൾ പോഡ്കാസ്റ്റ് ചെയ്യാണ്ണാ. 7,000 തന്ന ഈ ക്യാമറ അപ്ലൈ 2 ക്യാമറ 2 ലൈറ്റൊക്കെ വയ്ക്കായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഇത് ഫുൾ ഫേക്കാണ്, ഈ കാൻഡസ് ഓവൻസിനൊക്കെ ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞു. കാൻഡസ് ഓവൻസിനെ കുറച്ച് പുള്ളിക്കാരനെ ദേഷ്യം പിടിപ്പിച്ച് ഓരോന്നും ചെയ്യുമെങ്കിലും പറയുന്ന കാര്യമൊക്കെ കുറച്ചൊക്കെ വാലിഡ് തന്നെയാണ്. അവസാനം ടേണിംഗ് പോയിൻറ്റിൻ്റെ ആൾ തന്നെ വന്നിട്ട് ഇതെല്ലാം കൺഫേം ചെയ്തു. കാരണം ഈ ഗ്രൂപ്പ് ചാറ്റാണിത്. ഗ്രൂപ്പ് ചാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നുണ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഞാൻ വേറൊരാളടുത്ത് ചാറ്റ് ചെയ്തത് അവർക്ക് മാത്രം അറിയുന്ന പ്രൈവറ്റ് കോൺവെർസേഷൻ ആണെങ്കിൽ പ്രശ്നമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതല്ല, ഇത് തെളിവും ആൾക്കാരും ഒക്കെ ഉണ്ട്. അതിൽ 9 പേരുണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞു, ഇത് 2 തെളിവല്ലേ ഉള്ളൂ, ഇതൊക്കെ ഇപ്പോൾ എന്താണ് എന്ന് വിചാരിക്കും. എന്നാ പിടിച്ചോ, ഒരു പുതിയ കുറേ വീഡിയോസ്, പല ആംഗിളിൽ നിന്നുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് 3 വീഡിയോസ് ഉണ്ട് കേട്ടോ. 3 വീഡിയോസ് ഇപ്പോൾ സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് ഈ അമേരിക്കക്കാരുടെ ഒരു ഗുണം. അതായത് ദേ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ മെയിൻ സ്ട്രീം മീഡിയ പറഞ്ഞതിൻ്റെ എതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് ജയിലിലിട്, അല്ലെങ്കിൽ ഇവനെ ഭ്രാന്താണ്, ഇവനൊന്നും അറിയില്ല എന്ന് പറയും. അതെപ്പോഴും അങ്ങനെ തന്നെ. ഈ അമേരിക്കയിലൊക്കെ എത്ര പേരാണ് ഈ കോവിഡിനൊക്കെ ചോദ്യം ചെയ്യുന്നതും, എന്തിനാണ് ഈ കോവിഡ് കാരണം ഇത്രയും കടകളും ഇത്രയും ജനങ്ങളിലൊക്കെ റൂമിൽ പൂട്ടിയിട്ടത് എന്ന് ചോദ്യം ചെയ്യാൻ എത്ര ആൾക്കാരാണ്. ഇവിടെ ഒരാളുണ്ട് ചോദ്യം ചെയ്യാൻ? ഇല്ല. എന്ത് വാക്സിനാണോ ഈ കുത്തണ്, ഇതൊക്കെ എന്തിനാണ് ചെയ്യണത് എന്ന് ആരെങ്കിലും ആ സമയത്ത് ചോദിച്ചാൽ അയാൾ എന്താക്കി ഇവർ? ഇവനൊന്നും അറിയില്ല, ഇവനാരടാ, അവനതൊക്കെ എന്തിനാണോ അതൊക്കെ ചോദിക്കുക. പക്ഷെ അവിടെ അത് ചോദിക്കാനും ഇങ്ങനെ ഒരു കോൺസ്പിറസി ആംഗിളല്ല, ഈ ഡോണ്ട് ട്രസ്റ്റ് യുവർ ഗവൺമെൻറ് ആൻഡ് ഡോണ്ട് ട്രസ്റ്റ് ദ മീഡിയ, അങ്ങനെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അല്ലാണ്ട് ഇവന്മാരൊക്കെ നമ്മളെ നന്നാക്കി ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലിപ്പോഴും ഉണ്ട്. അതൊന്ന് മാറ്റിയാൽ തന്നെ എന്ത് പ്രശ്നം വന്നാലും നമുക്കതിൻ്റെ ശരിക്കുള്ള ആംഗിൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരാൾ മരിച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് ഒന്ന് പറയുന്നത് ഇന്നൊരാൾ കൊന്നു, കഴിഞ്ഞു, ആ കേസ് അവിടെ അവസാനിച്ചു. ഇങ്ങനൊരു അതിനെതിരെ പറയാനോ അതിനെ ചോദ്യം ചെയ്യാനോ ആരും ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവനെ കഴിഞ്ഞു, അവന് ഒരു 2 ED റെയ്ഡും 2 ഇൻകം ടാക്സ് റെയ്ഡും ബും കഴിഞ്ഞു. അപ്പോൾ ഓഫ് ടോപ്പിക്ക് പോകണ്ട, നമുക്ക് ഈ 3 വീഡിയോസ് ഒന്ന് നോക്കാം. ആദ്യത്തെ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അതിൽ എന്താ ഓഡിയോ മാത്രം കേൾക്കുന്നവർക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഫ്രണ്ടിൽ നിൽക്കണം ചാർലി കേക്ക്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നവിടെ ആണെങ്കിൽ ഫ്രണ്ടിൽ സൈഡിൽ നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, അയാൾ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഡെറ്റനേറ്റർ അമർത്തുന്ന പോലെ, അതായത് എന്തോ ഒരു സ്വിച്ച് അമർത്തുന്ന പോലെ കറക്റ്റ് ഇങ്ങനെ ആക്കുക. നിങ്ങൾക്കത് കൂടെ കാണാൻ പറ്റും. അതായത് ഒന്നെങ്കിൽ അയാൾ എന്തോ ഇവിടെ നിന്ന് ഡെറ്റനേറ്റർ പോലെ എന്തോ അമർത്തുകയാണ് അയാളുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ അയാൾ എന്തോ ഒരു വലിക്കുന്ന പോലത്തെ എന്തോ ഒരു സാധനം, അത് വലിച്ചതും ആ ഒരു സമയം അമർത്തിയതും അടുത്ത സെക്കൻഡിൽ വെടികൊള്ളാണ് അയാൾക്ക്, ചാർലി കേക്കിന്. അപ്പോൾ അങ്ങനെ ഒരു ഫുട്ടേജ് വരുന്നുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ വേറൊരു കോൺസ്പിറസി അല്ല, വേറൊരു സംഭവം ആൾക്കാർ കണ്ടുപിടിച്ചത് മൈക്ക്. അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ പോഡ്കാസ്റ്റ് മൈക്ക് പോലത്തെ സാധനം, മറ്റേ മൈക്ക് ഉണ്ടല്ലോ ഇങ്ങനെ ഈ മാഗ്നറ്റ് ഒട്ടിച്ച് വെക്കുന്ന പോലത്തെ മൈക്ക്, ആ മൈക്ക് ആ ഫൂട്ടേജ് ഒന്ന് മറ്റേ സ്ലോ ആക്കി നോക്കുമ്പോൾ ആ മൈക്ക് ആണ് ആദ്യം ബ്ലാസ്റ്റ് ആവുന്നത്. അതായത് ഇവൻ്റെ മേലുള്ള ഈ മൈക്ക്, റോഡിൻ്റെയോ ആ മൈക്കിൽ ഇങ്ങനെ വെക്കുന്ന സാധനം, ആ മൈക്ക് ബ്ലാസ്റ്റ് ആവുകയാണ്. അതാണ് ആദ്യം സംഭവിക്കുന്നത്, അല്ലാണ്ട് വെടികൊള്ളുകയല്ല. ആ ടീഷർട്ട് ഇങ്ങനെ വലിയണത് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് തന്നെ സൂം ചെയ്ത് സ്ലോ ആക്കി നോക്കി നമുക്ക് കാണാൻ പറ്റും. അതും ആൾക്കാർ കണ്ടുപിടിച്ചു. ആരുടെ കയ്യിലാണ് പേജറിൽ ബോംബ് വയ്ക്കാനും മൈക്കിൽ ബോംബ് വയ്ക്കാനുള്ള ടെക്നോളജി ഉള്ളത്?
ആരുടെ കയ്യിലാണത്? ആ പണ്ട് മറ്റേ എവിടെയാണ്, യമനില്ല, ലബനനിൽ പേജറിൽ ബോംബ് വെച്ച് ഓർമ്മയില്ലേ? ആരാന്ന്? മൊസാദ്. ആ ഇങ്ങനെയാണ് ആൾക്കാർ ഈ ഗ്രേറ്റ് നോട്ടീസിങ്ങിൽ കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, കിട്ടും. പിന്നെ അടുത്തൊരു വീഡിയോ, അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. അതായത് നമ്മൾ ഇതാ കണ്ടോട്ടോ, വെടിവെച്ചു, ഇതിൽ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ആ ഒരു പാനിക് സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ പാസിങ് സംതിങ്. അതായത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കില്ല, ഇങ്ങനെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട്, വേഗം കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് നമ്മൾ സാധനങ്ങൾ ഈ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് കൊടുക്കില്ലേ, കയ്യിലിങ്ങനെ വെച്ച് കൊടുക്കുന്നു. എന്തോ ഒരു സാധനം കൊണ്ട് ഒരാൾ പുറത്തേക്ക് പോകുന്നു. അത് ഈ മൈക്കാണെന്നാണ് ആൾക്കാർ പറയുന്നത്. ആ ഒരു സീന്, അവർ വെടികൊണ്ട് ആ ഒരു സീനിൽ നിന്ന് അത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അവർ സ്ലോ ചെയ്തിട്ടും സൂം ചെയ്തിട്ടും ആൾക്കാരിനെയൊക്കെ നോട്ട് ചെയ്തിട്ടും എല്ലാം ഇവരെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ അവർ കാണിക്കുന്നുണ്ട്. സോ സംതിങ് വാസ് ഓഫ് ദാറ്റ് ഡേ. അവരെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഒരാൾ വെടി കൊണ്ടു, അപ്പോൾ പിന്നെ ആ സമയത്ത് സാധനങ്ങൾ കൈമാറാനും അതിനും ഇതിനുമാണോ നിൽക്കുക? അല്ലല്ലോ. അത്രേ ഉള്ളൂ. ഈ 3 വീഡിയോസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്റ്റിൽ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. ഇത് ഞാൻ അന്നത്തെ പോഡ്കാസ്റ്റിൽ ഇത് പറഞ്ഞു എന്ന് തോന്നുന്നു. ഇതും JFKൻ്റെ ഒക്കെ കില്ലിങ് പോലെ ഇതിങ്ങനെ കൊല്ലങ്ങളോളം സംസാരിക്കും. JFK ഒക്കെ മരിച്ചിട്ട് എത്ര ആയില്ലേ? 10-30 എത്രയായി. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുക തന്നെ. 30 അല്ല കേട്ടോ, എന്തോ ആയി. അപ്പോൾ ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് സിനിമ ഇറക്കുക. JFK എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിൽ വ്യക്തമായിട്ട് കുറേ അനോമലീസ് പറയുന്നുണ്ട് JFKനെ കുറിച്ച്. ആ സിനിമ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോട്ടെ. അപ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കോൺസ്പിറസി ഇൻ അമേരിക്ക അല്ലെങ്കിൽ ഇൻ ദ വേൾഡ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കാണുന്ന പലതും, ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാം അമേരിക്ക എന്ന് പറയുമെങ്കിലും, ഇതിപ്പോൾ ഏലിയൻസ് വരുന്നതൊക്കെ അമേരിക്കയിലാണ് നമ്മൾ പറയുമെങ്കിലും, ഇത് ബാക്കിയുള്ളവിടെ ഉണ്ടാവും. അവിടെ ആൾക്കാർ ഇതുമായിട്ട് ഫെമിലിയർ അല്ലാത്തത് കൊണ്ട് ആകാശത്തോടെ എന്തോ പോയി എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും. അത്രേ ഉള്ളൂ. അവർക്കിതൊക്കെ കുറേ അറിയണതും കുറേ ഇങ്ങനത്തെ ആൾക്കാർ ഇരുന്ന് അവിടെ ഏലിയൻ കണ്ടു ഇവിടെ ഏലിയൻ കണ്ടു പറഞ്ഞ് എന്ത് കണ്ടാലോ ഇത് ഏലിയൻ ആണ് എന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണ്. ഇതും മറ്റേ ഒരു സംഭവമില്ലേ, ഒരു ഇതുണ്ടല്ലോ കോൺസെപ്റ്റ്, ബ്ലൂ കാറ് റെഡ് കാറ് സംഭവം ഉണ്ടല്ലോ, അതേ സാധനം തന്നെ. എനിക്ക് ആ സാധനത്തിൻ്റെ പേര് മാത്രം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. നമ്മൾ കാറ് ചുവപ്പ് കാർ എത്ര ഉണ്ട് നോക്കുമ്പോഴാണ് നമ്മൾ ഇത്രയുണ്ടോ നമ്മൾ അറിയുന്ന ആ ഒരു സംഭവമില്ലേ, ആ ഒരു കോൺസെപ്റ്റ് സെയിം തന്നെ, സെയിം അപ്ലിക്കബിൾ ഹിയർ. അത്രേ ഉള്ളൂ. അവിടെയും ഇത് നടക്കുന്നുണ്ട്, ഇവിടെയും നടക്കുന്നത്. അവിടെ നടക്കുന്നത് 4 പേര് അറിയും, ഇവിടെ നടക്കുന്നത് ഒരാൾ അറിയില്ല, എന്ന് പറഞ്ഞിട്ട് അടിയിലേക്ക് പോകും. പിന്നെ അതേക്കുറിച്ച് ആരും സംസാരിക്കുക പോലുമില്ല. സംസാരിച്ച റൈഡ് വരും. അത് കഴിഞ്ഞു. ഈ നമ്മുടെ ചാർലി കിർക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ കൊടുക്കട അണ്ണന് നോബൽ പ്രൈസ് തെണ്ടികളെ ഏതോ വെനിസ്വേലയിലുള്ള ഏതോ പെണ്ണുമ്പിള്ളേക്ക് കൊടുത്തിരിക്കുക. നാണുണ്ട് അതിന്. എൻ്റെ അണ്ണമെന്ന് പറഞ്ഞേക്കുകയാണല്ലേ മറ്റേ അവർ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു ഇതൊക്കെ. നോബൽ പ്രൈസ് പീസ് പ്രൈസ് കിട്ടിയ ആ സ്ത്രീ നോബൽ പീസ് പ്രൈസ് ഡൊണാൾഡ് ട്രംപിന് ഡെഡിക്കേറ്റ് ചെയ്തത്ര. ആരെ പറയുന്നത്? അവരല്ല, പുള്ളി. വല്ലാത്തൊരു വച്ചത് തന്നെ. പിന്നെ ഇനി കുറച്ച് കാലത്തേക്ക് റെസ്റ്റ് എടുക്കാം. മറ്റേ മൈമോ മറ്റേ ഫ്രീ പാലസ്റ്റൈൻ പോസ്റ്റുകളോ ഒന്നും ഇടണ്ട, അടി കൂടണ്ട കുറച്ച് കാലത്തേക്ക്. എത്ര കാലത്തേക്ക് എന്നറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ ഫേക്കായിട്ടുള്ള ഈ ആക്ടിവിസ്റ്റ് ഉണ്ടല്ലോ, ഈ മതം മാത്രം നോക്കി ഈ സപ്പോർട്ട് ചെയ്യുന്ന കുറേ തെണ്ടികൾ, അവർക്കും റെസ്റ്റ് എടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് ഇതിൻ്റെ ശല്യങ്ങളും കൊലപാതകങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഗ്രറ്റനെ കണ്ട് പഠിക്കണം. നിങ്ങൾ വെറുതെ ഇവിടെ ഇരുന്ന് ഒരു കീബോർഡിൽ അമർത്തില്ല, വണ്ടി എടുത്ത് വിടങ്ങട്. ഫ്ലോട്ടിൽ എത്ര 10-30 ഷിപ്പൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരി പോയിരിക്കുന്നത്. അങ്ങനെയല്ലേ മറ്റേ ആക്ടിവിസം? അതേത് അതല്ലേ തഗ്.
വണ്ടി എടുത്ത് വിട്ടിരിക്കുക. എന്താ വേണ്ടത്? ഹ്യൂമാനിറ്റേറിയൻ എയ്ഡാണോ? വെറുതെ ഇവിടെ ഇരുന്ന് എയ്ഡ് കൊടുക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെ പോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ കപ്പലെടുത്ത് ഒരു വിടൽ. ഇസ്രായേലുകാർ പിടിച്ചാലും എന്താണ്, ഇസ്രായേലുകാർ പിടിക്കുന്നത് എന്തായാലും അറിയാം, പക്ഷെ വെറുതെ ഇതൊക്കെ ഒരു ഇതല്ലേ, ഇതൊക്കെ അല്ലേ ഒരു എൻജോയ്മെൻറ്റ്. അങ്ങനെ കുറേ ആൾക്കാർ, അവർക്കും ഇനി റെസ്റ്റ് ഇരിക്കാം, എല്ലാവർക്കും റെസ്റ്റ് ഇരിക്കാം. ട്രംപിനോട് താങ്ക്സ് മാമ എന്ന് പറയണം. അതാർക്കും പറ്റില്ല. അതേത് ഡബിൾ സ്റ്റാൻഡേർഡ് അണ്ണനിലേക്ക് കാണായിരുന്നു. ഇനി എന്താണ് പീസ് പ്ലാൻ? ഗാസ പീസ് പ്ലാൻ എന്താണ്? പീസ് ഡീൽ എന്താണ്? നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാടാ. ജസ്റ്റ് ഇമാജിൻ യു ആർ ഇൻ ഇസ്രയേൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, നിങ്ങൾ കാണാത്തവർക്കാണ്. എല്ലാവിടെയും എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടാവും. എല്ലാ ഗാസക്കാരും അല്ലെങ്കിൽ എല്ലാ പാലസ്തീൻകാരും ഈ ഹമാസുകാരനെ പോലെ കൊല്ലണം പിടിക്കണം പറയുന്ന ആൾക്കാരല്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള, മര്യാദയ്ക്ക് ജീവിക്കാൻ അനുവദിക്കണേ എന്ന് പറയുന്ന ടീംസ് അവിടെയുണ്ട്. ഈ പാലസ്തീൻകാരെ എന്തിനാണ് ഇങ്ങനെ കൊല്ലണമെന്ന് ചോദിക്കുന്ന ഇസ്രയേലുകാരും ജ്യൂസും ഇസ്രയേലിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ നെതന്യാഹുവിൻ്റെ പാർട്ടി, ഇപ്പോൾ ലിക്വിഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയാണത്. അപ്പോൾ റൈറ്റ് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള പാർട്ടിയാണ്. എല്ലാവരും കൊല്ലണം, പാലസ്തീൻകാർക്ക് ഒരു തുണ്ട് ഭൂമി ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഐഡിയോളജി ഉള്ള ഒരു പാർട്ടിയാണ് നെതന്യാഹുവിൻ്റെ പാർട്ടി. അതിൻ്റെ ഒരാളാണ് നിങ്ങൾ വിചാരിക്കുക. അതിൻ്റെ ഒരു താഴെയുള്ള മീൻസ് നമ്മളെന്താ പറയുക, മെമ്പർഷിപ്പ്, സാധാ 3 രൂപ മെമ്പർഷിപ്പ് എന്നൊക്കെ പറയില്ലേ, സാധാ മെമ്പർഷിപ്പുള്ള ഒരാളാണ് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ഇത്ര കാലം നിങ്ങൾ ഓൺലൈനിൽ ഞങ്ങൾ ഇസ്രയേലുകാർ എന്തുകൊണ്ട് ചെയ്യും, ഞങ്ങൾ അവരെ കൊല്ലും, കാരണം ഞങ്ങളുടെ ആൾക്കാരനെ October 7 ഓർമ്മയില്ലേ, റിമെമ്പർ October 7, അങ്ങനെ ഫുൾ ഫൈറ്റ് ചെയ്യുന്ന അവിടെ ഉള്ള ഇസ്രായേൽ ചായക്കടയിൽ ഇരുന്നിട്ട് മറ്റവരെ തർക്കിച്ച് തോൽപ്പിക്കുന്ന അങ്ങനെ ഒരാളാണ് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്ക് തന്നെയാണ് ഇത്രയും 2 കൊല്ലമായിട്ട് തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് വന്ന് പറയാണ്, നിർത്ത്, ഇനി മതി, ഇനി നമുക്ക് സമാധാനത്തിലേക്ക് പോവാം, വരൂ, പീസ് ഡീൽ ട്രംപ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു റിയാക്ഷൻ? നിങ്ങൾക്കിത് ഇഷ്ടപ്പെടില്ലേ? അടുത്ത കൊല്ലം 2026 ഇലക്ഷൻ വരികയാണ് ഇസ്രയേലിൽ. നിങ്ങൾ അതും കൂടി ഒന്ന് ആലോചിക്കണം. ഗാസയിലും പാലസ്തീനിലും അവിടെ ഒന്നും ഇലക്ഷനും ഇല്ല, അവിടെ ഒന്നും ഒരു ഗവൺമെൻറ്റേ ഇല്ല, മര്യാദയ്ക്കുള്ളൊരു ഗവൺമെൻറ്റേ ഇല്ല. ഓക്കെ, പക്ഷെ അങ്ങനെയല്ല ഇസ്രയേലിൽ എന്താണ്, അടുത്ത കൊല്ലം ഇലക്ഷൻ വരും, നെതന്യാഹുവിന് ജയിക്കണം. ദാറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇലക്ഷനും വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യുദ്ധമുള്ള സ്ഥലത്തൊന്നും ഇലക്ഷൻ വരില്ല, ഇൻ്റർഫറൻസ് പേടിച്ചിട്ട്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ആർക്കാ ഗുണം? നെതന്യാഹുവിനാ ഗുണം. ഇലക്ഷൻ ഇല്ലല്ലോ, തോക്ക് മേടിക്കുക, ഡീല് സൈൻ ചെയ്യുക, അമേരിക്കൻ്റെ ഇഷ്ടംപോലെ പൈസ കിട്ടും, എല്ലാ ഗുണവും ഇസ്രയേലിലാണ് ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്ത. ഹമാസുകാർക്ക് നൈസാണ്, യുദ്ധത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അവർക്കും ഫണ്ടിങ് മേടിക്കുക, ഇറാൻ്റെ കയ്യിൽ നിന്ന് ഖത്തറിൻ്റെ കയ്യിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ ഫണ്ടും മേടിക്കാം ഹമാസുകാർക്കും. ഇനിയിപ്പോൾ യുദ്ധം ഇല്ലെങ്കിൽ ഹമാസുകാർ അപ്പം എന്ത് ചെയ്യും? അവർക്ക് അവിടെ നിന്ന് പൈസ കിട്ടും. അതുണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ആലോചിക്കുമ്പോൾ ഈ 2 ആൾക്കാരും ഇതിനൊക്കെ സമ്മതിച്ച് ഞങ്ങൾ തോറ്റു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ച് ഇനി മതിയായി, ഓൺലൈനിൽ കയറി ഇവരിനൊക്കെ തെറി വിളിച്ചത് മതിയായി, ഞങ്ങൾ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് പോകുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഐ ഡോണ്ട് തിങ്ക് സോ. അവരിതൊക്കെ നിർത്തുമോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും. ഇനി അടുത്തൊരു പോയിൻറ്റ്, ഞാൻ ഈ 3 ഫേസൊക്കെ ഉണ്ട് കേട്ടോ, ഈ പീസ് പ്ലാനിന് 3 ഫേസ് ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ എവിടെ യുദ്ധമുണ്ട്, യുദ്ധം അവസാനിച്ചു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് റീകൺസ്ട്രക്ഷൻ എന്നുള്ളൊരു വാക്ക് വരും. റീകൺസ്ട്രക്ഷൻ, വാർ ടോൺ സിറ്റീസ്, വാർ ടോൺ കൺട്രീസ്, അതായത് യുദ്ധം
തവിട് പൊടിയാക്കിയ ഈ ഗാസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ആക്കിയിട്ടുണ്ട് എല്ലാ ബിൽഡിങ്ങിനും പൊളിച്ചിട്ട്. അതിനൊക്കെ ഇനി റീകൺസ്ട്രക്ട് ചെയ്യണ്ടേ. അതാണ് ഈ യുദ്ധം കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കുന്നൊരു കാര്യമാണ്. അതിലാണ് ഈ പ്രോഫിറ്റ് കിടക്കുന്നത്. പ്രോഫിറ്റും കിടക്കുന്നത്, ലെവറേജും കിടക്കുന്നത്. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു രാജ്യം യുദ്ധം കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ആൾക്കാർ കുറേ മരിച്ചിട്ടുണ്ടാവും, അവരുടെ എക്കണോമി തകർന്നുണ്ടാവും, ഇമ്പോർട്ട് എക്സ്പോർട്ട് എല്ലാം ഫക്ഡപ്പ് ആയിട്ടുണ്ടാവും, അവർക്ക് ഒരു രൂപ അവരുടെ കയ്യിലുണ്ടാവില്ല. ആകെ ഉള്ളത് കുറേ വെപ്പൺ വാങ്ങിക്കാൻ കുറേ ആൾക്കാർ പൈസ തന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പൈസ കൊണ്ട് വെപ്പൺ മാത്രമേ മേടിക്കാനും പറ്റുള്ളൂ. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ ഇതിന് പുതിയ കുറേ ആൾക്കാർ വരും. ഏത്? മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകാർ മെല്ലെ പോവും. യുദ്ധം കഴിഞ്ഞല്ലോ, ആ കമ്പനീസൊക്കെ പോവും. മറ്റേ ലോക്കീഡും ആർട്ടിക്സ് കോർപ്പറേഷനും അവരൊക്കെ ശരി ഇനി അടുത്ത യുദ്ധത്തിനാണ് എന്നുകൊണ്ട് അവർ പോവും. അപ്പോൾ ഇനി അടുത്തൊരു ടീംസ് വരും. അതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസും. അവരാണ് ഇനി ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. എല്ലാവിടെയും ഇതായിരുന്നു. ഹാലിബർട്ടൺ, ഇറാഖിലെ ഹാലിബർട്ടൺ ആണെങ്കിൽ ഉക്രൈനിൽ ബ്ലാക്ക് റോക്ക് ആയിരുന്നു. ഉക്രൈൻ്റെ റീകൺസ്ട്രക്ഷൻ ബ്ലാക്ക് റോക്കിനാണ് ഏറ്റെടുത്തത്. പിന്നെ എന്തൊക്കെയോ ഈ ട്രംപ് വന്നതിന് ശേഷം ചെറിയ എന്തോ ഡീലിൽ പ്രശ്നമായിട്ട് ബ്ലാക്ക് റോക്ക് അവിടുന്ന് സ്റ്റോപ്പ് ചെയ്തു. അത് വീണ്ടും റെസ്യൂമൊക്കെ ചെയ്യുക, പക്ഷേ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ വേറെ കുറേ ആൾക്കാരൊക്കെ വന്നിരിക്കണം. ഇവിടെ ഇനി ആരാ വരാൻ പോകുന്നത്? അതാണ് നമ്മുടെ ട്രംപിൻ്റെ സണ്ണിനിലോ, മരുമകൻ. ട്രംപിൻ്റെ മരുമകനാണ് ജെറാഡ് കുഷ്ണർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. ജെറാഡ് കുഷ്ണർ എന്ന് തന്നെയല്ലേ അയാളുടെ പേര്? KUSHNER കുഷ്ണറാണെന്ന് തോന്നുന്നു. എന്തോ ആയിക്കോട്ടെ, ജെറാഡ് കുഷ്ണറാണ് ഇനി അവിടെ വരാൻ പോകുന്നത്. ഹി ഈസ് ഓൾസോ ജൂയിഷ്. ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാം. അപ്പോൾ കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഇനി അവിടെ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഇത് ഓണർഷിപ്പ് ആരായിരിക്കും? കാരണം ഈ ഗാസക്കാരൻ്റെയിലോ അല്ലെങ്കിൽ പലസ്തീൻകാരൻ്റെയിലോ പൈസ ഉണ്ടോ ഇവർക്ക് ഇത്രയും ബിൽഡിങ്ങും ഇതൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട്? ബിൽഡിങ് പൊളിക്കാനൊക്കെ നല്ല എളുപ്പമാണ്, ഇത് തിരിച്ച് കെട്ടണമെങ്കിൽ വല്ല പണി നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പം എന്ത് ചെയ്യും? ഇവർ പറയും ഞങ്ങൾ പൈസ തരാം, ഞങ്ങൾ പോയി കെട്ടാം, ആ ബിൽഡിംഗ് അല്ലേ അതൊക്കെ ഞങ്ങൾ കെട്ടിത്തരാം എന്ന് പറയും. ചെറിയൊരു ഇത് വയ്ക്കും അവർ, ഇത്ര കൊല്ലത്തേക്ക് ഞങ്ങളായിരിക്കും അതിൻ്റെ ഓണേഴ്സ്, ആ കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് തരാം. കാരണം ആ പൈസ മുതലാക്കണ്ടേ, അത് ലോജിക്കലായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പോൾ നമ്മുടെ റോഡിൽ ടോള് പിരിക്കില്ല, അതുപോലെ തന്നെ റോഡ് കെട്ടിയ പൈസ ടോള് ഞങ്ങൾ മേടിക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറയും. പക്ഷെ എപ്പോഴും ഏതെങ്കിലും ടോൾ നിർത്തിയിട്ടുണ്ട് ഇതുവരെ? ടോള് പിരിക്കന്നെ. അവിടെയാണ് പ്രോഫിറ്റ് കിടക്കുന്നത്. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൻ്റെ പ്രോഫിറ്റ് കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞതോടെ. ഇനിയാണ് ശരിക്കുള്ള പ്രോഫിറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? കുറേ പൈസ ഇല്ലല്ലോ അവരുടെ കയ്യിൽ. അപ്പോൾ ഒന്നെങ്കിൽ അവർ അങ്ങനത്തെ ഡീൽ വയ്ക്കും, ലാൻഡ് ഓണർഷിപ്പ് അവർക്ക് കൊടുക്കണം എന്നുള്ള ഡീൽ വയ്ക്കും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവറേജ് എടുക്കും. ഇപ്പം നാളെ അവിടെ ഒരു പോർട്ടോ, ഇനി നാളെ അവിടെ ഒരു എയർപോർട്ടോ, അല്ലെങ്കിൽ നാളെ അവിടെ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് വരികയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് ഞങ്ങൾക്ക് വേണം. കാരണം അവർ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇത്ര ബിൽഡിംഗ് കിട്ടിയില്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ, നിങ്ങൾ ആ എയർപോർട്ടിൻ്റെ ഒരു 100 കൊല്ലത്തേക്കുള്ള ലീസ് ഞങ്ങൾക്ക് ഇതാ എന്ന് പറയും. നോ പറയാൻ പറ്റില്ല. നോ പറഞ്ഞാൽ ആ ബിൽഡിങ്ങൊക്കെ അവരുടെ കയ്യിലാണ്, അവരുടെ ഓണർഷിപ്പിലാണ്, അല്ലെങ്കിൽ അവരാണ് കെട്ടിയത്. ഇനി എങ്ങനെ നോ പറയും? അങ്ങനെയാണ് കൊടുക്കുക. ഈ വാറ് കഴിഞ്ഞ കൺട്രീസിനെല്ലാം കൊടുക്കുന്നത് അങ്ങനെയാണ്. ഇറാഖിൽ ഹാലിബർട്ടൺ അടിച്ചു നോക്കിക്കോ, ഹാലിബർട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ കമ്പനി. മനസ്സിലായില്ലേ? ഒരു ഐഡിയ കിട്ടാനാണ് പറഞ്ഞ്. ഇനി നോക്കുക, നമ്മുടെ 3 ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഫേസിൽ ഒരു മാപ്പും വലിയ സംഭവമൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഫേസിൽ ഇത് ട്രംപ് പ്രപ്പോസ് ചെയ്ത സംഭവം കേട്ടോ. ഫസ്റ്റ് ഫേസിൽ ഇസ്രായേലിയും ആർമി IDF-കാർ 100% ഇപ്പോൾ കയറിയിട്ടുണ്ടല്ലോ ഗാസയിൽ. അതിൽ 55% വിഡ്രോ ചെയ്യും. IDF-കാർ 55% വിഡ്രോ ചെയ്യും. സീസ് ഫയർ വരും. ഓക്കെ, ഹോസ്റ്റേജസിനെ കൊടുക്കും. അതാണ് മെയിൻ. ഈ 10-ാം തീയതിയാണ് ഇത് അപ്രൂവ് ചെയ്തത്.
ഈ ഇസ്രയേലി ക്യാബിനറ്റിൽ ഈ ഒരു സംഭവം മൊത്തം ഈ ഒരു 3 ഫേസ് എല്ലാം അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇസ്രയേലി ക്യാബിനറ്റ്. കാരണം മതിയായി, എത്ര യുദ്ധം. നിങ്ങൾ പറയുന്ന പോലെ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ IDF ആൾക്കാർ മരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും സ്വന്തം സിറ്റിസൻസിനെ കൊല്ലണമെന്നുണ്ടാവുമോ? ഇല്ല. അപ്പോൾ അവരുടെ ക്യാബിനറ്റും അപ്രൂവ് കൊടുത്തു, 10-ാം തീയതി അപ്രൂവ് കൊടുത്തു. 72 മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇറങ്ങി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഹോസ്റ്റേജസിനെ കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് വീണ്ടും യുദ്ധം തുടങ്ങിയിട്ടുണ്ടാവും. ഈ 2 ചാൻസസേ ഉള്ളൂ. ഇപ്പോൾ പറയുന്നത് ഫസ്റ്റ് ഫേസിൽ 48 പേരാണല്ലോ ഉള്ളത്, ഡെഡ് ഓർ അലൈവ്. ഹമാസിൻ്റെ കയ്യിൽ ഹോസ്റ്റേജസ് ഉണ്ട്, അവർ കൊടുക്കും. 1900 ആൾക്കാർ പാലസ്തീൻകാർ പ്രിസണേഴ്സായിട്ട് ഇസ്രായേലി ജയിലിലുണ്ട്, അതും കൊടുക്കും. 72 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് വരവ് ഓപ്പൺ ആക്കും. ഇപ്പോൾ ഫുൾ കൺട്രോളിലല്ലേ, ഇസ്രായേലിൻ്റെ കൺട്രോളിലല്ലേ എല്ലാം വരുന്നത്. ഇനി അത് വേണ്ട. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ വരാം, ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ എന്താണ്, ഈ റെഡ് ക്രോസും മറ്റേ ടീംസൊക്കെ ഉണ്ടല്ലോ, UN അവർക്കൊക്കെ ഇനി ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. സെക്കൻഡ് ഫേസ് 55 പറഞ്ഞ് 40% വിഡ്രോ ആവും. ഓക്കെ. ഇപ്പോൾ 60% ഗാസക്കാർക്ക് തന്നെ വിട്ടുകൊടുക്കണ പോലെ. ഇനി വേറൊരു സോഴ്സിൽ പറയുന്നത് ഫസ്റ്റ് ഫേസിൽ 28 പേരിനെ ഹമാസുകാർ കൊടുക്കുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് ഫേസിലാണ് 20 പേരിനെ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ഫസ്റ്റ് ഫേസിൽ 1900 പേരെ കൊടുത്തു. ഇനിയൊരു 1000 പേര് കൂടി ഉണ്ട്. ഈ ഒക്ടോബർ 7 സമയത്ത് കുറേ പേരിനെ പിടിച്ച് ജയിലിലിട്ടതാണ് ഇസ്രായേലുകാർ, പാലസ്തീൻകാരനെ. അപ്പോൾ വീണ്ടും 1000 പേരിന് സെക്കൻഡ് ഫേസിൽ പ്രിസണേഴ്സിനെ മോചിപ്പിക്കും ഇസ്രായേലുകാർ. ഇപ്പോൾ 2900 പാലസ്തീൻകാർ ഇസ്രായേലിൻ്റെ ജയിലിൽ നിന്ന് പോവും. 48 ഹോസ്റ്റേജസ് ഹമാസുകാർ ഇസ്രായേലുകാർക്ക് കൊടുക്കും. ഇനിയാണ് കളി. ബോർഡ് ഓഫ് പീസ്, ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടാക്കും. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള മറ്റേ ഖത്തർ, സൗദി, ഈ നമ്മുടെ ഈജിപ്ത്, അമേരിക്ക, ഇസ്രയേൽ, എല്ലാ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കാരും എല്ലാ ഇൻ്റർനാഷണൽ പറഞ്ഞാൽ അമേരിക്കയുടെ ഫ്രണ്ട്സ് എല്ലാവരും അപ്രൂവ്. അല്ലാണ്ട് മറ്റേ ഇറാൻ്റെ അടുത്ത് പോയി ചോദിക്കില്ലല്ലോ ഞങ്ങളൊരു ബോർഡ് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ വരുവായില്ലല്ലോ. ഇൻ്റർനാഷണലൊക്കെ പറയും, പക്ഷേ അമേരിക്കയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു ബോർഡ് ഉണ്ടാക്കും. ബോർഡ് ഓഫ് പീസ് എന്നാണ് അതിന് പറയുന്നത്. ട്രാൻസിഷണൽ അതോറിറ്റി, അതായത് ഇനി അവിടെ ഒരു ഇലക്ഷൻ നടക്കുകയോ അല്ലെങ്കിൽ ഒരു ഭരണം അവിടെ ഉണ്ടാവുന്നത് വരെ ഉണ്ടാവാനുള്ളൊരു കാര്യങ്ങളൊക്കെ ഭരിക്കാനുള്ളൊരു ബോർഡ് ഓഫ് പീസ്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ഫേസ് 2 തന്നെ IDFകാരും ഇല്ല, ഹമാസുകാരും ഇല്ല. ഹമാസിനെ അടുപ്പിക്കില്ല, ബോർഡിലും ഇല്ല, ഒരു കോപ്പിലും ഇല്ല. ഹമാസുകാരെ അങ്ങനെ മിണ്ടാതിരിക്കും. ശരി എന്നാൽ എനിക്കൊന്നുമില്ല. ഹമാസുകാരും ഈ ബോർഡിലില്ല, IDFകാരും മറ്റേ മെയിൻ ടീംസും ഈ ബോർഡിലില്ല, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മാത്രം. അപ്പോൾ ഇവരാരും ഇല്ല. അപ്പോൾ മറ്റേ സെക്യൂരിറ്റിയും വേറെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതാര് എതിർക്കും? അതിന് ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സോ സാധനം, സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ISF എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഭവം ഉണ്ടാക്കും. അതാരായിരിക്കും? അമേരിക്ക. വേറെ ആയിരിക്കും. ട്രംപിൻ്റെ പ്ലാനാണല്ലോ. എൻ്റെ പ്ലാന്, എൻ്റെ പിള്ളേർ, എൻ്റെ പട്ടാളക്കാരവിടെ വരും. അതായിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ UN മിലിറ്ററിക്കാർ അങ്ങനെ നല്ല ആയിരിക്കും. എന്തായാലും ISF എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കും. IDF ISF പേര് D മാത്രം മാറ്റി, IDFൻ്റെ യൂണിഫോമിന് D മാറ്റി S ആക്കി വരുമോ അറിയില്ല. അവരാണ് ഇനി സെക്യൂരിറ്റി, ബോർഡർ കൺട്രോൾ, ഡീമിലിറ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹമാസിനെയും പുറത്താക്കണം, IDFനും പുറത്താക്കണം. ഇവർ എവിടേക്ക് പോകും ഇനി? ഹമാസുകാർ മിണ്ടാതെ അവർ പോകുമെന്നാണ് പറയുന്നത്. ഹൗ ഈസ് ദിസ് ഈവൻ പോസിബിൾ? എനി വയലേഷൻ, എന്തെങ്കിലും ഒരു വയലേഷൻ എവിടെ നിന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡീൽ ക്യാൻസൽ.
അപ്പം തന്നെ മനസ്സിലായല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഉറപ്പായിട്ട് പൊളിയും. അപ്പോൾ ഈ സെക്കൻഡ് ഫേസിൽ തന്നെയാണ് നമ്മുടെ റീകൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. റീബിൽഡിങ് ഗാസ സ്ട്രിപ്പ്. പണ്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും എല്ലാവരും കൂടെ, മറ്റേ വീഡിയോ, ഈ ഗാസ സ്ട്രിപ്പിൽ ഈ ലാസ് വേഗസ് സ്ട്രിപ്പ് ഉണ്ട്, മറ്റേ ഫുള്ള് ഇങ്ങനെ ഗാംബ്ലിങ്ങും മറ്റേ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ. അപ്പോൾ ഗാസ സ്ട്രിപ്പിൽ ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ആക്കുന്നതാണ് ഇവരാക്കാൻ പോകുന്നതായിരിക്കും അത്. ഇനി തേർഡ് ഫേസ് 15%. എവിടെ തുടങ്ങി 40 തുടങ്ങി 15% വരെ ഗാസയിലെ ഇനി IDFും ഇസ്രായേലും നിൽക്കുള്ളൂ. അപ്പോൾ എന്താണ് മൊത്തത്തിൽ സംഭവം? ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഗാസയുടെ 15% ഓണർഷിപ്പ് ഇപ്പോഴും ഇസ്രായേലിൻ്റെ കയ്യിലാണ്. 3 ഫേസ് വരെ പറഞ്ഞിട്ടുള്ളൂ, ഇനി 4ാമത്തെ ഫേസ് ഇല്ല. അപ്പം എന്താ, 15% എടുത്തോ, എന്നിട്ട് മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ കൊടുത്തു. ട്രംപ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നടക്കുമ്പോൾ ഇസ്രായേൽ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, സീസ് ഫയർ ലംഘിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ ലംഘിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് 72 മണിക്കൂർ ഈ ഹോസ്റ്റേജസിനെ കൊടുക്കുന്നത് വരെ സീസ് ഫയർ ഇല്ല. 10-ാം തീയതി കഴിഞ്ഞിട്ട് 72 മണിക്കൂറാണ്, അങ്ങനെ എന്തോ ആണ് സീസ് ഫയറിൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോഴേക്കും കുറേ ബോംബൊക്കെ മറ്റേ കയറ്റി വെച്ചിട്ടുണ്ടാവും ഒരു മിസൈലിൽ. അതൊക്കെ ഇങ്ങോട്ട് വിട്ട് കുറേ സ്ഥലത്ത് ബോംബിട്ടാൽ അതിൻ്റെ കുറേ ഫുട്ടേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്വാഭാവികം. ഇനിയാണ് നമുക്ക് ഈ ബോർഡ് ഓഫ് പീസിൽ ആരൊക്കെയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? ഹു ഈസ് ഫണ്ടിങ് ദിസ്? നോക്കാം. ടോണി ബ്ലെയർ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാണ്, പുള്ളിയുടെ പേര്. പിന്നെ അണ്ണൻ ഡൊണാൾഡ് ട്രംപ്, അറിയാമല്ല, പുള്ളിയില്ലാണ്ട് ബോർഡ് ഓഫ് പീസ് ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ കാര്യങ്ങൾക്കാണ് ഇക്കൊല്ലം നോബൽ പ്രൈസ് കിട്ടുന്നത്, ഇക്കൊല്ലത്തെ നോബൽ പ്രൈസിന് അടുത്ത കൊല്ലം കിട്ടുള്ളൂ. അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. മിക്കവാറും അത് മേടിച്ചെടുക്കാനായിരിക്കും. അപ്പോൾ എന്തായാലും ബോർഡ് ഓഫ് പീസിൽ കാണാനുണ്ടാവും. ഖത്തറിലുള്ള പ്രൈം മിനിസ്റ്റർ അബ്ദുൾ റഹ്മാൻ അൽത്താനി എന്ന് പറഞ്ഞിട്ടുള്ള ഖത്തറിലെ പ്രൈം മിനിസ്റ്ററുണ്ട്. ഇനിയാണ് വേറൊരാളുണ്ട്, ജെറാഡ് കുഷ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. ഈ ജെറാഡ് കുഷ്നർ നമ്മുടെ ഇവാങ്ക ഉണ്ടല്ലോ, ട്രംപിൻ്റെ മകള് ഇവാങ്കയുടെ കല്യാണം കഴിച്ച ആളാണ് ജെറാഡ് കുഷ്നർ. ആരാണ് ഇയാൾ ഈസ് കൈൻഡ് ഓഫ് നമ്മൾ സിനിമയിലൊക്കെ കാണില്ല, ഒരു ബ്രോക്കർ, മറ്റേ ഇൻ്റർനാഷണൽ ഈ ലീഡേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി സംസാരിച്ച് ഡീലൊക്കെ സംസാരിച്ച് അവർക്ക് അത് കൊടുക്കുക ഇത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ ഡിപ്ലോമസിയും ഈ ബിസിനസ്സും ഈ മറ്റേ ഒരു ബ്രോക്കർ പോലെ ഈ മിഡിൽ മാനെ പോലെ നടത്തുന്ന ഒരു വലിയൊരു സംഭവമാണ് ഇയാളാണ് ജെറാഡ് കുഷ്നറാണ് എബ്രഹാം അക്കോട്സ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലും UAEയും ബഹ്റൈനും ഈ ടീംസിനൊക്കെ ഒന്നിപ്പിച്ച്, മനസ്സിലായില്ലേ? അതായത് UAEയും ഇസ്രയേലും ബഹ്റൈനും ഈ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഈ ടീംസ് ഉണ്ടല്ലോ. എല്ലാവരും പറയും മുസ്ലിംസും ജ്യൂസും എപ്പോഴും അടിയാണെന്ന്. ജ്യൂസും എൻ്റെ മെയിൻ സ്ഥലവും ഈ മുസ്ലിംസിൻ്റെ മെയിൻ സ്ഥലം UAE, അവർ തമ്മിൽ നല്ല ബന്ധമാണ്. ബാക്കി ഈ ഇന്ത്യയിലുള്ള കുറച്ച് പേർക്കും ഇറാനിലുള്ള കുറച്ച് പേർക്ക് പ്രശ്നമുള്ളൂ. UAEയിലുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവരൊക്കെ ഫ്രണ്ട്സ്. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഡീല് അതാരും ഉണ്ടാക്കിയത്? ജെറാഡ് കുഷ്നറാണ്. ഇയാൾ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈസ് എ ജൂയിഷ് മാൻ. ഇയാളുടെ അച്ഛന് വലിയ റിയൽ എസ്റ്റേറ്റ് എംപയറൊക്കെ ഉണ്ടായിരുന്നു, വലിയ സംഭവമാണ് ഇയാൾ. സാധാരണ ആളൊന്നുമല്ല, ഇയാളുടെ അച്ഛൻ വലിയ റിയൽ എസ്റ്റേറ്റ് എംപയർ ഉണ്ടായിരുന്ന ആളാണ്. ഇടയ്ക്ക് കുറച്ച് കേസിലൊക്കെ പെട്ടുപോയി. ആ കേസിൽ നിന്നൊക്കെ ട്രംപ് തന്നെയാണ് രക്ഷിച്ചിരിക്കുന്നത്. ട്രംപിൻ്റെ ഫസ്റ്റ് ടേമിലാണ് എബ്രഹാം അക്കോർഡ്സ് ഇവരെയൊക്കെ കൂടി നടത്തിയിട്ടുള്ളത്. 2021 ഇയാൾ അഫിനിറ്റി പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം സ്റ്റാർട്ട് ചെയ്തത്. അതിലാരാണ് മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ സൗദിയിലുള്ള നമ്മുടെ മറ്റേ ആളില്ലേ, മുഹമ്മദ് ബിൻ സൽമാൻ ഇല്ല, മറ്റേ അരാംകോ മറ്റേ ടീംസിൻ്റെയൊക്കെ ആൾ. എവിടെ നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള PIF എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ട് ഉണ്ട്, ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്. അതിന്ന് $2 ബില്യൺ ആർക്ക് കൊടുത്തിട്ടുണ്ട്? അഫിനിറ്റി പാർട്ട്നേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ജെറാഡ് കുഷ്ണറിൻ്റെ പ്രൈവറ്റ് ഇക്വിറ്റി ഫേമാണ്. മനസ്സിലായ? ഇയാൾ ഒരു നോർമൽ ഡിപ്ലോമാറ്റിക് ഒരാൾ പോലെയല്ല ഈ ജെറാഡ് കുഷ്ണർ. ഈസ് ലൈക്ക് എ കൈൻഡ് ഓഫ് എ ബിസിനസ് മാൻ. അതായത് നിങ്ങൾക്ക് ആ ഡീല് ഞാൻ മേടിച്ചു തരാം, നിങ്ങൾക്ക് ഈ ഡീല് മേടിച്ചു തരാം, നിങ്ങൾ ഇതിന് സമ്മതിക്കുക, ആ ഒരു ലെവലാണിത്. അല്ലാണ്ട് മറ്റേ ഡിപ്ലോമസി പോലെ നിങ്ങൾക്ക് ഞങ്ങൾ ട്രംപിൻ്റെ കയ്യിൽ നിന്ന് ഇന്നത് മേടിച്ചത് അതൊന്നുമല്ല. ഫുൾ പക്ക ബിസിനസ് മാൻ. ജൂയിഷ് ആളാണ്, അറിയാമല്ലോ, ബിസിനസ് ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പുള്ളിയുടെ സ്റ്റൈലേ വേറെയാണെന്നാണ് ഈ നമ്മൾ വായിക്കുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും മനസ്സിലാവുന്നത്. ഇനി കളി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാസ റീകൺസ്ട്രക്ഷൻ പ്ലാന് ലീക്കായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ലീക്കായിട്ടുണ്ട്. അതിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട്, ദർ ഈസ് എ പ്രൊവിഷൻ ഫോർ എ സ്മോൾ പോർട്ട് and an airport. Also there is mention of luxury zones and development zones. മെഡിറ്ററേനിയൻ സീയിലാണല്ലോ ഗാസ് ഉള്ളത്. ഒരു പോർട്ട് ഉണ്ടാക്കാനുള്ള പ്ലാനുണ്ട്, ഒരു എയർപോർട്ട് ഉണ്ടാക്കാനുള്ള ചെറിയൊരു പ്ലാനുണ്ട്. സ്മോൾ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്, ചെറുതായിരിക്കും. ലക്ഷറി സോൺസും ഡെവലപ്മെൻറ്റ് സോൺസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെ കിട്ടും? അവിടെയാണ് വേറൊരു കണക്ക്, ഇമ്പോർട്ടൻ്റ് കണക്ക് വരുന്നത്. 30% ലാൻഡ് ഗാസയിൽ ഈ ഓണേഴ്സ് ഇല്ലാണ്ട് കിടക്കുകയാണ്. ഇത് ഞാൻ പറയുന്നൊന്നുമല്ല, നിങ്ങൾക്ക് ഇത് എടുത്ത് നോക്കാം. 30% ഓഫ് ലാൻഡ് ഇൻ ഗാസ ഈസ് പബ്ലിക്കലി ഓൺഡ്. ഓണർമാർ മരിച്ചു പോയതായിരിക്കും, അല്ലെങ്കിൽ നാട് വിട്ട് പോയതായിരിക്കും. ഈ ലാൻഡ് വേണ്ട, തേങ്ങയും വേണ്ടാണ്ട്. അതിൽ ഇമീഡിയറ്റ്ലി വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. കാരണം ആരുമല്ല, അവിടെ ഒരു ഗവൺമെൻറ്റും ഇല്ല, ഒരു അതോറിറ്റിയും ഇല്ല. നമ്മുടെ മറ്റേ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് മറ്റേ കരോടച്ച സാധനം എടുക്കാതൊന്നുമില്ല. പഞ്ചായത്ത് ഓഫീസൊക്കെ ബോംബിട്ട്, അതൊക്കെ ഹ്യൂമൻ ഷീൽഡാണോ പഞ്ചായത്ത് ഓഫീസൊക്കെ? അതിനെയൊക്കെ പൊളിച്ചു അങ്ങട്. ആരുമില്ല അവിടെ. 30% ആരും ഇല്ലാണ്ട് കിടക്കണം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. ബോം. ജെറാഡ് കുഷ്ണറിൻ്റെ ഒരു കോട്ടുണ്ട്, പുള്ളി തന്നെ പറഞ്ഞ കാരണം ഗാസ ഈസ് വെരി വാല്യുബിൾ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി എന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കോൺസ്പിറസി പോലെ വരുന്നത്, ഈ ബെൻ ഗുരിയനോ എന്താ ഈ പ്രൊണൗൺസിയേഷനൊക്കെ നോക്കി ഈ 100 പേരും ഇവരുടെ ഓരോ പേരുകളും. ഇസ്രായേലിലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഫൗണ്ടർ എന്നൊക്കെ പറയുന്ന ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററാണ് ബെൻ ഗുരിയൻ. അറിയില്ല പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണെന്ന്. അയാളുടെ ഒരു കനാൽ പ്രൊജക്റ്റ് ഉണ്ട്, 160 മൈൽ നീളമുള്ള ഒരു കനാൽ പ്രൊജക്റ്റാണ്. നമ്മുടെ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. സൂയിസ് കനാലില്ലേ, സൂയിസ് കനാൽ ഈജിപ്തിൽ കൂടെ പോകണം, തൊട്ടിപ്പുറത്ത്. ഓക്കെ, അപ്പോൾ സൂയിസ് കനാലിൻ്റെ പാരലായിട്ട് ഒരു കനാൽ പോകുന്നുണ്ട്. ഈ കനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമില്ല. ഇപ്പോൾ നാളെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അത് ഡെസേർട്ട്, അതിൻ്റെ അടിയിൽ ഡെസേർട്ട് ഉണ്ട്, അതിൻ്റെ അടിയിൽ പല പ്രശ്നങ്ങളുണ്ട്. റെഡ് സീയും മെഡിറ്ററേനിയൻ സീ കൂടെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണിത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. അങ്ങനെ എല്ലാം ഇമ്പോസിബിൾ തന്നെയായിരുന്നു. പനാമ കനാൽ ഇമ്പോസിബിൾ ആയിരുന്നു, സൂയിസ് കനാൽ ഇമ്പോസിബിൾ ആയിരുന്നു, എല്ലാം ഇമ്പോസിബിൾ ആയിരുന്നു. പക്ഷെ മേ ബി എബ്രഹാം കനാൽ എന്നൊക്കെയാണ് അതിനിപ്പോൾ വിളിക്കുന്നത്. ഒരു കനാൽ ഉണ്ടാക്കാനുള്ള പ്രൊവിഷൻ, ഒരു പ്ലാൻ ഉണ്ട്, പണ്ടത്തെ പ്ലാൻ. വേണമെങ്കിൽ ഉണ്ടാക്കാം. അതങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാനൊന്നും പറ്റില്ല, സമയമെടുക്കും, പക്ഷെ ഉണ്ടാക്കാം. അത് ആ ഗാസയിൽ കൂടെയാണ് പോകുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഈജിപ്തിന് ഇപ്പോൾ നല്ലോണം പൈസ കിട്ടുന്നുണ്ട് സൂയിസ് കനാലിന്. അതുപോലെ ഈജിപ്തിന് വലിയൊരു അടിയായിരിക്കും. ഈജിപ്ത് ആരുടെ അലയാണ്? അമേരിക്കയുടെ അലയാണ്. അമേരിക്കക്കാർ ആ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കാൻ ഈജിപ്തുകാർക്ക് പറ്റും. അവിടെയാണ് കളി. ഭാവിയിൽ ഒരു കനാൽ അതിൽ കൂടെ വന്നാലും ഇപ്പം ഈ ഡീലൊക്കെ ഇതൊക്കെ വരണമെങ്കിൽ ഇവരൊന്നും പ്രശ്നമില്ലാണ്ട് ഇരിക്കണം, എന്നാലേ വരുള്ളൂ. ഇതെല്ലാം ആരും പ്രശ്നമില്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കനാൽ അതിൽ കൂടെ വരും.
അതിൻ്റെ ഓണേഴ്സ് ആരായിരിക്കും? ഇഫ് യു നോ യു നോ. അതാണ് സംഭവം. ഇതാണ് ഗാസ പീസ് പ്ലാൻ. ഇത് കേൾക്കുമ്പോൾ ഓൺ പേപ്പേഴ്സ് ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ. ഞാൻ ആ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൻ്റെ പോഡ്കാസ്റ്റിലെ ഫുൾ ഇതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. പ്രശ്നം വേണം, യുദ്ധം വേണം, എന്നാലേ എക്കോണമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമേ ഉണ്ടാവുള്ളൂ. അതുണ്ടായാലേ ഈ $3 ട്രില്യൺ ഈ ബിസിനസ് മുന്നോട്ട് പോവുള്ളൂ. സിമ്പിൾ ലോജിക്. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. AI ബബിൾ. എന്താണ് AI ബബിൾ എന്ന് ഉദ്ദേശിച്ചതിനാൽ പുതിയ AI ടൂളൊന്നുമല്ല. ബബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈൻഡ് ഓഫ് എ സ്കാം, ഈ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം എന്നൊക്കെ പറയില്ല, അതായത് ഊതിപ്പെരിപ്പിക്കുക. ഇത് ഭയങ്കര ടെക്നിക്കൽ സാധനമൊന്നും മനസ്സിലാക്കണം, അങ്ങനെയൊന്നും മനസ്സിലാക്കുകയൊന്നും വേണ്ട. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്കും കൂടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. 2-3 ഡീല് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് 2-3 ഡീൽ ഉണ്ടായതാണ് ഞാൻ പറഞ്ഞുതരാം. ഓപ്പൺ എയും ഒറാക്കിളും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. $300 ബില്യൺ ഡീല്. മില്യൺ അല്ല, ബില്യൺ ടാ, നോട്ട് ദ പോയിൻറ്റ്. ഓവർ ദി ഇയേഴ്സാണ്, ഒറ്റയടിക്കല്ല, ഓവർ ദി ഇയേഴ്സ് $300 ബില്യൺ ഓപ്പൺ എ ഒറാക്കിളിൻ്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മേടിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ AI റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറാക്കിളിൻ്റെ ക്ലൗഡ് ടെക്നോളജി, അതായത് ഈ ക്ലൗഡിലാണല്ലോ ഇപ്പോൾ എല്ലാം, ഇപ്പോൾ മറ്റേ ഫിസിക്കൽ ഹാർഡ്വെയർസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഈ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറാക്കിളുടെ കയ്യിൽ കുറേ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതിന്ന് ഒറാക്കിളിൻ്റെ സർവീസ് മേടിക്കാൻ വേണ്ടിയിട്ട് $300 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യും ഒരു ഡീല്. ആ ഡീല് വന്നപ്പോൾ തന്നെ ഒറാക്കിളിൻ്റെ സ്റ്റോക്ക് അങ്ങോട്ട് കയറി കൊളുത്തി 30-36% ഇൻക്രീസ് വന്നു. 36% പറഞ്ഞാൽ ആലോചിക്കുന്നു. ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം കേട്ടോ. ഇനി എൻവിഡിയ അറിയാലോ, ഗെയിമിങ്ങിൻ്റെ GPU ഒക്കെ ഉണ്ടാക്കുന്ന എൻവിഡിയക്കാർ $100 ബില്യൺ ഓപ്പൺ എയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ GPUs H100 B200 ഓപ്പൺ എക്ക് കൊടുക്കുന്നുണ്ട്. ഈ AI റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ GPU കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് ഇവർ തമ്മിൽ ഒരു ഡീലുണ്ട്, $100 ബില്യൺ ഡീൽ. എൻവിഡിയൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്ര എന്നിപ്പോൾ കണ്ട $4.45 ട്രില്യൺ ആണ് ഒരു കമ്പനീൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്ര അറിയോ? 4.39 ഉള്ളൂ. ട്രില്യൺ $4.45 അവിടെ. നമ്മുടെ ഇന്ത്യൻ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ 4.39 ഉള്ളൂ. നമ്മുടെ രാജ്യത്തിനേക്കാളും വലിയൊരു സംഭവമാണ് എൻവിഡിയ. ആലോചിച്ച് നോക്ക്. ഇനി കഴിഞ്ഞിട്ടില്ല. AMD എന്ന് മറ്റേ അറിയാലോ, മറ്റേ ഇതുണ്ടാക്കുന്നത്, പ്രോസസ്സറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ AMDൻ്റെ ചിപ്പ് ആര് മേടിക്കും? ഓപ്പൺ AI മേടിക്കും. ആൾസോ AMDക്കാർ 10% AMDൻ്റെ സ്റ്റോക്ക് ഓപ്പൺ AIക്ക് കൊടുത്തു. അത് കാരണം എന്ത് സംഭവിച്ചു? 35% AMD സ്റ്റോക്ക് കയറി. പിടികിട്ടിയ? എൻവിഡിയൻ്റെ സ്റ്റോക്കും ഞാൻ നേരത്തെ പറഞ്ഞു, എൻവിഡിയ ഓപ്പൺ AI $100 ബില്യൺ ഡീൽ വന്നപ്പോൾ എത്ര ശതമാനം? 6% കയറി. ഈ എൻവിഡിയൻ്റെ സ്റ്റോക്ക് 6% കയറുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 30% കയറുക പറഞ്ഞാൽ സെയിം തന്നെ. ഓക്കെ, കാരണം അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അത്രയുണ്ട്. ഇനി അപ്പോൾ ഇതിനെ നമ്മളൊരു ചാർട്ടായിട്ട് വരയ്ക്കും, അല്ലെങ്കിൽ ചാർട്ടായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ബബിൾ ആയിട്ട് കണക്കാക്കും. ഈ ബബിൾ എന്ന് പറഞ്ഞാൽ .com ബബിൾ ഉണ്ട് പണ്ടത്തെ, അതായത് ഇൻ്റർനെറ്റ് വന്ന ഒരു ബൂമിൽ ഈ ആൾക്കാർ മരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ് AIയിൽ. ഓവറാവും ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺസ് ഇല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം. അപ്പോൾ ഇത് ഒരു സ്ഥലമെത്തുമ്പോൾ തകരും. കാരണം ഇതിങ്ങനെ കയറ്റി പോയി എങ്കിലും അത് കയറി പോണത്. അത്രയും വരുമാനം അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് റിട്ടേൺസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ബബിൾ ഉണ്ടാവും. ബബിൾ ബേസ്റ്റ് ആകുമ്പോഴാണ് റിസഷനും മറ്റേ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയിലും തവിടുപൊടി ആവലൊക്കെ നടക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഇങ്ങനെ ഒരു ചാർട്ടായിട്ട് വരയ്ക്കുമ്പോൾ ഇവർ തമ്മിൽ ഇപ്പം ഞാനും ഇതൊക്കെ ഒരാൾക്കാരാണ് വെച്ചോ, ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും, ചായക്കപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ,
അപ്പോൾ ചായക്കപ്പിൻ്റെ ഷെയർ കൂടും. ആ പൈസ ഉണ്ടല്ലോ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ 100 രൂപ ഞാൻ ചായക്കപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തു. ചായക്കപ്പിൻ്റെ ഷെയർ കൂടി. ഞാൻ വലിയ ഒരു കമ്പനീൻ്റെ ആളാണ്, ഞാൻ വലിയൊരു കമ്പനിയാണ്. അപ്പോൾ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക, അതിൻ്റെ പ്രൈസ് കൂടി. ചായക്കപ്പ് അതേ 100 രൂപേൻ്റെ ഒരു 50 രൂപ എടുത്തിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു, മൊബൈൽ ഫോണിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്ത്, മൊബൈൽ ഫോണിൻ്റെ ഷെയർ കൂടി. ഈ മൊബൈൽ ഫോൺ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 10% മൊബൈൽ ഫോണിൻ്റെ ഷെയർ എനിക്ക് തന്നു. അപ്പോൾ എന്ത് ചെയ്തു, എനിക്കിപ്പോൾ ഈ മൊബൈൽ ഫോണിലൊരു ഓണർഷിപ്പ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഷെയറും കൂടി ഇതിൻ്റെ ഷെയറും കൂടി. ഞാൻ വലിയൊരു കമ്പനി, ഈ മൊബൈൽ ഫോണിൻ്റെ ഓണർഷിപ്പ് എനിക്ക് കിട്ടുകയാണല്ലോ. അതുപോലെ മൊബൈൽ ഫോണിന് ഇനി ഒരു സ്റ്റെബിലിറ്റി കിട്ടും, കാരണം ഞാൻ അത്ര വലിയ ആൾ, അതിനൊരു സപ്പോർട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവരെല്ലാവരും കൂടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങോട്ട് കയറ്റണ്. ഇപ്പോൾ 10-30, ഞാൻ പറഞ്ഞു 30-35% ഈ ഒരു ന്യൂസ് കാരണം കയറിയിരിക്കുന്നത്. AMD, NVIDIA കുറച്ച് കയറിയിട്ടുള്ളൂ, 4-5% കയറിയിട്ടുണ്ട്. ഒറാക്കിളിൻ്റെയൊക്കെ പ്രൈസ് നോക്കണം. ഇതാണ് സംഭവിക്കുന്നത്. വാട്ട് ഈസ് ദിസ്? ഇത് പൈസ ഇതിങ്ങനെ ഒരു റൊട്ടേറ്റ് ചെയ്യാണ്, അല്ലാണ്ട് ഇത് ആക്ച്വലി ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു റൊട്ടേഷൻ സംഭവമാണ്. അവർ അമ്മിൽ അങ്ങനെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുക. അതിന് ആൾക്കാർ ഇത് ഭയങ്കര സംഭവം കൊണ്ട് സ്റ്റോക്ക് മേടിച്ച് സ്റ്റോക്ക് പ്രൈസ് കൂട്ടുക. സ്റ്റോക്ക് പ്രൈസൊക്കെ ഇപ്പോൾ മറ്റേ ഹൈയിൽ നിൽക്കുകയാണ് ഈ ഒരു ന്യൂസ് കാരണം. ദേ ആർ ഗെറ്റിംഗ് റിച്ച് ബൈ പാസിങ് അറൗണ്ട് ദ മണി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു ബബിളാവും. അതിന് നമുക്ക് AI ബബിളിൽ നിന്ന് പിന്നീട് പേരിട്ട് വിളിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ആക്ച്വലി ഒന്നും സംഭവിക്കുന്നില്ല. ഇവർ ഇങ്ങോട്ട് ഇടുന്നു, ഇവരുടെ ചിപ്പ് എൻ്റെ ചിപ്പ് അവർ മേടിക്കുന്നു, അവരുടെ ചിപ്പ് ഇവർ മേടിക്കുന്നു. അതിനിങ്ങനെ പൈസ ഇങ്ങനെ ഷെയറിൽ ഇങ്ങനെ പൈസ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരിന് പൈസ കൂടിക്കൊണ്ടേയിരിക്കുന്നു. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇതാണ് AI ബബിൾ എന്നൊരു സാധനം. അതിപ്പോൾ ആണ് കുറേ പേര് നോക്കുമ്പോൾ ഇതത്തത് ഇവർ ഇങ്ങോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് പൈസ ഷെയർ കൂടുക, എന്താ സംഭവിക്കുന്നത് എന്നിട്ട് ആൾക്കാർ നോക്കി കണ്ടുപിടിച്ചത്. അതൊരു കാര്യം. അപ്പോൾ ഈ ആഴ്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് അടുത്ത ആഴ്ച വേറൊരു നല്ല ടോപ്പിക്കിൽ കാണാം. കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വേറെ ടോപ്പിക്കിലേക്കൊന്നും പോകണ്ട. നമുക്ക് ഇത് തന്നെ ഒരുപാട് സംസാരിക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആഴ്ച ടോപ്പിക് എടുത്തത്. വീഡിയോ ഈ ഫുള്ളായിട്ട് ഇതുവരെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും തോന്നുന്നു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.